സുഹൃത്തുക്കളെ, ചെറിയൊരു അബദ്ധം സംഭവിച്ചത്, ഞാൻ ഇംഗ്ലീഷിലൊരു പ്രഭാഷണം വേണ്ടി വരുമെന്ന് ധരിച്ച് സ്ലൈഡ്സൊക്കെ ഇംഗ്ലീഷിലാണ് ചെയ്തത്. ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് നമ്മളൊക്കെ മലയാളികളാണ് എന്ന് മനസ്സിലായത്. പിന്നെ ഇംഗ്ലീഷിൽ പറയാമെന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർഫ്ലോസ് ആവും. ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ആരെങ്കിലും ഉണ്ട്? ഈസ് ദർ എനിബഡി ഹു ക്യാൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ആൻഡ് ഹു ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് മലയാളം അറ്റ് ഓൾ? എനിബഡി ഈസ് ദർ? നോബഡി. സോ അപ്പോൾ പിന്നെ ഞാനും നിങ്ങൾ ഒരുപോലെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, മലയാളത്തിൽ പറയാൻ വിചാരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചതിൽ യൂത്ത് കമ്മീഷനും പ്രത്യേകിച്ച് കുമാരി ചിന്താ ജെറോം ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ ചെറുപ്പക്കാരൊക്കെ കാണാനും ഇങ്ങനെ സംസാരിക്കാനും അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ സ്ലൈഡ്സ് ഇംഗ്ലീഷിലായതുകൊണ്ട് നമുക്ക് കുറച്ചൊരു മണിപ്രവാള ഭാഷയിൽ അങ്ങനെ മുന്നോട്ട് പോവാം. ലോങ് ലിവ് ഫ്രീ തോട്ട്, അതിൻ്റെ അകത്ത് വിവ ഫ്രീ തോട്ട് എന്ന് എഴുതിയിട്ടാണ്. ലോങ് ലിവ് ഫ്രീ തോട്ട് എന്നാണ് ഇന്നത്തെ ഒരു വിഷയമായിട്ട് ഉദ്ദേശിച്ചത്. ആദ്യം തന്നെ കാണുന്നത് സ്വതന്ത്ര ചിന്തകരായ 4 പേരുടെ ചിത്രങ്ങളാണ്. പരിചയമുള്ള മുഖങ്ങളാണ് നിങ്ങൾക്കൊക്കെ. ഒരുപക്ഷെ മരണത്തിലൂടെ പരിചിതമായവർ എന്ന് പറയാം. പലരെ സംബന്ധിച്ചും പൊതുസമൂഹത്തിന് ഇവരെപ്പറ്റി കേൾക്കുന്നത് പോലും അവർ മരിച്ച ഒരു സാഹചര്യം, മരിച്ചതല്ലല്ലോ, കൊന്നതാണല്ലോ, ഈ കൊല്ലപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സംഗതി. ഡോക്ടർ നരേന്ദ്ര ദബോൽക്കർ, ഗോവിന്ദ് പൻസാരെ, കാൽബുർഗി, ഗൗരി ലങ്കേഷ്, ഇവരൊക്കെ നമ്മൾ സ്വതന്ത്ര ചിന്ത ജീവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ മരിച്ചവർ ഓർത്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അവരെന്തിനാണ് മരിച്ചത്? ഇവർ മരിച്ചത് വാസ്തവത്തിൽ ഒരു ഭരണഘടനാപരമായ ഒരു കർത്തവ്യം നിർവഹിക്കാൻ ശ്രമിച്ചതിനാണ് മരിച്ചത്, കൊന്നത് എന്നുള്ള. നമ്മുടെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വമാണ് ഈ കാണുന്നത്. ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ലോകത്തിൽ ഒരു ഭരണഘടനയിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന മാത്രം. ആ ഭരണഘടനയിലുള്ള ഒരു നിർദ്ദേശകതത്വം പാലിക്കാൻ ശ്രമിച്ചു എന്നതിന് കൊല്ലപ്പെട്ടവരാണ്. അതാണ് ഇവിടെ ഈ ലോങ് ലിവ് ഫ്രീ തോട്ട് എന്ന് പറയുമ്പോൾ ഇവരെ പറ്റി ഓർക്കാനുള്ള കാരണം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വതന്ത്ര ചിന്ത, യുക്തിചിന്ത, യുക്തിവാദം എന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിരിക്കും. സമീപകാലത്ത് ഇത് ഒരു ഹാഷ്ടാഗായിട്ട് വന്നിട്ടുള്ളതാണ്, ഐ ആം ഗൗരി എന്ന ഹാഷ്ടാഗ്. അതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ഒരു ചെറിയ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം. ഐ ആം ദി റാഷണലിസ്റ്റ്, ഐ ആം നോട്ട് ഭക്ത്, ഐ ആം ഇൻഡിപെൻഡൻറ്റ്, ഐ ലിവ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി, ഐ ആം എ ഫ്രീ തിങ്കർ. ഒരു ഫ്രീ തിങ്കർ, റാഷണലിസ്റ്റ് എന്ന 2 വാക്ക് അവിടെ കാണാം. എത്തീസ്റ്റ് എന്ന വാക്ക് ഇല്ല. എത്തീസ്റ്റ് അല്ല, എത്തീസ്റ്റ് മാത്രമല്ല റാഷണലിസ്റ്റ് ഫ്രീ തിങ്കർ എന്ന് പറയുന്നത്. റാഷണലിസ്റ്റ് ഫ്രീ തിങ്കർ എന്ന് ഒന്നിച്ച് നമ്മൾ പറയും. യുക്തിചിന്തകൻ, അതുപോലെ സ്വതന്ത്ര ചിന്തകൻ, യുക്തിചിന്തക, സ്വതന്ത്ര ചിന്തക എന്നൊക്കെ പറയും. എന്നെക്കുറിച്ച് ആദ്യം ഒന്ന് പറയാം. ഞാനൊരു പ്രാക്ടീസിങ് ഓർത്തോപീഡിക് സർജനാണ്, ഒരു സൺഡേ ആക്ടിവിസ്റ്റ് എന്ന് പറയാം. ഞായറാഴ്ചകളിൽ പോയി പല ദിക്കുകളിൽ ഈ എൻ്റെ ഭരണഘടനാപരമായ ഡ്യൂട്ടി നിർവഹിക്കുക എന്ന ഒരു കാര്യം ഇവരൊക്കെ ചെയ്തിരുന്ന പോലെ സയൻറ്റിഫിക് ടെമ്പർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇത് കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ കരുനാഗപ്പള്ളി നടത്തിയൊരു പരിപാടിയാണ്, യോഗ സത്യവും മിഥ്യയും എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഒരുപാട് വീഡിയോസ്, ഒരു 10-70 വീഡിയോസ് ഓൺലൈനിലുണ്ട്, വല്ലപ്പോഴൊക്കെ കാണാം. ലോങ് ലിവ് ഫ്രീ തോട്ട്, വിവ ലാ ലിബ്രോ പെൻസേ ഞാൻ കണ്ടാണ്. ഫ്രഞ്ച് പറയണമെങ്കിൽ അങ്ങനെ മുഴുവൻ പറയണല്ലോ, വിവ ഫ്രീ തോട്ട് പറഞ്ഞാൽ പോരാ. ഏതായാലും ഏറ്റവും നമ്മൾ ഇന്ന് ഏതൊരു കാര്യവും എന്താണെന്നറിയാൻ ആദ്യം നോക്കുക വിക്കിപീഡിയ. വാസ്തവത്തിൽ പലരും കുറ്റം പറയുമെങ്കിലും, കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ പ്രയോജനകരമായൊരു സാധനമാണ്. നമുക്ക് എളുപ്പത്തിൽ ആദ്യം പോയി നോക്കാം. അപ്പോൾ ഫ്രീ തോട്ടിനെ കുറിച്ച് എന്താണ് വിക്കിപീഡിയയിൽ പറയുന്നത്? ഇറ്റ്സ് എ ഫിലോസഫിക്കൽ വ്യൂ പോയിൻറ്റ്. അതാണ് പ്രധാനം. ഇതൊരു തത്വശാസ്ത്രപരമായ ഒരു വീക്ഷണകോണാണ്. ഇറ്റ്സ് എ ഫിലോസോഫിക്കൽ വ്യൂ പോയിൻറ്റ് വിച്ച് ഹോൾഡ്സ് ദാറ്റ് പൊസിഷൻസ് റിഗാർഡിംഗ് ട്രൂത്ത് ഷുഡ് ബി ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ലോജിക്, റീസൺ ആൻഡ് എംപിരിസിസം. ഇതാണ് ലോജിക്, റീസൺ ആൻഡ് എംപിരിസിസം. ഇതിൻ്റെ ബേസിൽ വേണം ഒരു കാര്യം സത്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതായിരിക്കണം ലോജിക്
ആൻഡ് റീസൺ ആൻഡ് എംപിരിസിസം വെച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. റാദർ ദാൻ അതോറിറ്റി, ട്രഡീഷൻ, റെവലേഷൻ ഓർ ഡോഗ്മ. ഇതാണ് മുമ്പ് ഉണ്ടായിരുന്ന രീതി. മുമ്പ് നമ്മൾ ഒരു ചരിത്രപരമായി വളരെ സമീപകാലം വരെ മനുഷ്യരുടെ ഒരു ചിന്താശീലം എന്നത് വിശ്വാസശീലമാണ്. അപ്പോൾ എന്തിലൊക്കെ നമ്മൾ വിശ്വസിക്കുക? അതോറിറ്റി, ട്രഡീഷൻ, റെവലേഷൻ, ഡോഗ്മ, ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കും. അതനുസരിച്ചാണ് ഒരു കാര്യം സത്യമാണ് എന്ന് പറയുന്നത്. ഡോഗ്മ പ്രകാരം അല്ലെങ്കിൽ പാരമ്പര്യമായി പറഞ്ഞു വന്നത് പ്രകാരം ശരിയാണെങ്കിൽ അത് ശരിയാണ്. അതാണ് വിശ്വാസശീലം എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ എതിരാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്താണുള്ളത്? റീസൺ ആൻഡ് എംപിരിസിസം, ലോജിക്. അപ്പോൾ ഇത് സ്വാഭാവികമായും ഇറ്റ് ഇസ് ടൈഡ് വിത്ത് റിജക്ഷൻ ഓഫ് ട്രഡീഷണൽ സോഷ്യൽ ഓർ റിലീജിയസ് ബിലീഫ് സിസ്റ്റംസ് എന്നാണ്. നേരത്തെ നിലവിലുള്ള മതപരമായ അല്ലെങ്കിൽ സാമൂഹികമായ വിശ്വാസങ്ങളെ, അതിനൊക്കെ ബിലീഫ് സിസ്റ്റംസിനെ ഇവിടെ വിമർശിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന രീതി. അപ്പോൾ ഒരു പാരമ്പര്യ സമൂഹത്തിൻ്റെ രീതിയിൽ നിന്ന് ഒരു പാരമ്പര്യാനന്തര രീതിയിലേക്കുള്ള ഒരു പ്രയാണമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നടക്കുന്നത്. 1929 ആണ് കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനം തുടങ്ങുന്നതെന്ന് പറയാം. സഹോദരൻ അയ്യപ്പൻ്റെ യുക്തിവാദി മാസികയോടുകൂടിയാണ്. ഇത് കേരളത്തിലൊരു വലിയൊരു സാംസ്കാരിക പ്രതിഭാസമായി പിന്നീട് അയ്യപ്പനെ എതിർക്കാനിടയായിട്ടുള്ള ആൾക്കാർ പോലും എപ്പോഴും സ്മരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ 1929 യുക്തിവാദി മാസികയും അതിന് തുടർന്നുണ്ടായ യുക്തിവാദി പ്രവർത്തനവും കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തെ മാറ്റിവരക്കുന്നതിൽ എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ടെന്നത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. വലിയൊരു പങ്കുവഹിച്ചിട്ടുള്ളത് നിസ്തർക്കമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ അദ്ദേഹം എന്താണ് യുക്തിവാദം എന്ന് പറയുന്നുണ്ട്. ഈ യുക്തിവാദി മാസികയുടെ മുൻ ചട്ടയിൽ 2 വാക്കുകളാണ് പ്രസിദ്ധീകരിച്ചത്. 19 കൊല്ലം പിന്നീട് യുക്തിവാദി മാസിക തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലൊക്കെയും ഈ 2 വാചകങ്ങളുണ്ട്. ഒന്ന്, യുക്തി ഏന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ല അതിലൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്നതാണ് ആദ്യത്തെ ഒരു ശ്ലോകം, സഹോദരൻ അയ്യപ്പൻ്റെ ആണ്. പിന്നെ ഒരു ഇംഗ്ലീഷ് വാചകമാണ്. Rationalism is after all the weighing of evidence by clear thinking and sifting truth from falsehood in all matters amenable to investigation. ഇതാണ് യുക്തിവാദത്തിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ. ഇന്ന് കേരളത്തിൽ പൊതുസമൂഹത്തിൽ ഒരുപക്ഷെ അത്ര പരിചയമില്ലെങ്കിൽ പോലും ഒരു സ്വതന്ത്രചിന്താ മണ്ഡലം നിലവിലുണ്ട് കേരള സമൂഹത്തിൽ. ഇതിപ്പോൾ ഞങ്ങളുടെ കേരള ഫ്രീതിങ്കേഴ്സ് ഫോറത്തിന് ഒരു യൂട്യൂബ് ചാനലാണ്. അതിനൊരു 37,000-ലധികം വ്യൂവേഴ്സ് ഉണ്ട്. പിന്നെ ഫ്രീതിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് കാണാം. അതിൽ ഒരു 2,42,000-ലധികം അംഗങ്ങളുണ്ട്. പിന്നെ ഒരു മണ്ഡലം ഇവിടെ ഉണ്ട്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിലും അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു സംഗതി ഇന്നും കേരളത്തിൽ നിലവിലുണ്ട്. സമീപകാലത്ത് കുറേ കൂടി സജീവമായിട്ടുണ്ടെന്നും പറയാം. ഇതിൽ ഇന്ന് പ്രധാനമായിട്ട് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഒരു ചരിത്രം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പരിചയപ്പെടുത്താൻ, ഫ്രീതോട്ടിനെ പരിചയപ്പെടുത്താൻ. നമ്മൾ പറയും ചാർവാകൻ, ലോകായത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചതവാധ്യായുടെ പ്രസിദ്ധ പുസ്തകമൊക്കെ ഉണ്ടല്ലോ. ലോകായത, ചാർവാകന്മാരെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ നമുക്കൊരു ആയിരക്കണക്കിന് വർഷങ്ങളുടെ 2000 കൊല്ലത്തിൻ്റെ ഒരു പാരമ്പര്യമൊക്കെ പറയാം ഈ സ്വതന്ത്ര ഇന്ത്യയുടെ, യുക്തി ഇന്ത്യയുടെ, നാസ്തികതയുടെ ഒക്കെ കാര്യത്തിൽ. പക്ഷേ ഇന്ന് നമ്മൾ അറിയുന്ന ആധുനിക ഒരു യുക്തിചിന്താ പ്രസ്ഥാനം സ്വതന്ത്ര ഇന്ത്യ എന്നത് അതിന് യൂറോപ്യൻ വേരുകളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാൻ വരുന്നത്. അതാണ് ഇന്ന് നമ്മൾ നിലവിലുള്ളത്. ഈ ചർവാകൻ്റെ തുടർച്ചയല്ല. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ അങ്ങനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെങ്കിലും ഇന്ന് നമ്മൾ അറിയുന്ന യുക്തിചിന്ത എന്നത് സമീപകാലത്ത് നമ്മുടെ കൊളോണിയൽ അധിനിവേശത്തിന് ശേഷം എന്ന് പറയാം, അതിനുശേഷം ഉണ്ടായ ഒരു സാധനം തന്നെയാണ്. അതിൻ്റെ ഒരു രസകരമായ അല്ലെങ്കിൽ ഒരു വളരെ സ്ട്രൈക്കിംഗ് ആയ ഒരു ഉദാഹരണം കണ്ടത് നമ്മുടെ സുഹൃത്തായിട്ടുള്ളൊരു കക്ഷി ഫേസ്ബുക്കിൽ ഇട്ടൊരു ചെറുപ്പക്കാരൻ, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റാണിത്. പോസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. അദ്ദേഹം ശരീരത്ത് ഈ പച്ച കുത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പച്ച കുത്താൻ വേണ്ടി ഡിസൈൻ അന്വേഷിച്ചപ്പോൾ ഒരു ടാറ്റു ഡിസൈൻ ഇതാണ് കണ്ടത്, സാപ്പരെ ഔഡേ. അപ്പോൾ അത് എടുത്ത് ഒരു 1753 പറഞ്ഞ ഒരു ലാറ്റിൻ പദമാണ് സാപ്പരെ ഔഡേ എന്നുള്ളത്. ഇത് കേരളത്തിലുള്ള ഇന്നിപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ടെക്കി ആയിട്ടുള്ള ഒരാൾ അയാളുടെ മേത്ത് പച്ച കുത്താൻ ആലോചിക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊരു യൂറോപ്യൻ പേരുണ്ട്. ഇത് പഴയ ഒരു ലാറ്റിൻ വാക്കാണ്, സാപ്പരെ ഔഡേ, സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക എന്നാണ് എൻ്റെ അർത്ഥം. ഇതുണ്ടാവുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. 18-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഏജ് ഓഫ് റീസൺ അല്ലെങ്കിൽ ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയും. യൂറോപ്പിലും അമേരിക്കയിലും
ഒക്കെ ആ കാലത്ത് പ്രധാനമായും യൂറോപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ചിന്താപ്രസ്ഥാനമാണ് ഈ പിന്നെ ഇതിനെ പറയുന്നത് ഏജ് ഓഫ് റീസൺ എന്ന് പറയുന്നത്. ആ കാലം 18-ാം നൂറ്റാണ്ടിനെ യുക്തിയുഗം എന്നാണ് പറയുക, യുക്തിയുടെ യുഗമായിട്ടാണ് പറയുക, ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. അതും ഞാൻ പറഞ്ഞത് എളുപ്പത്തിൽ നോക്കാൻ പിന്നെ വിക്കിപീഡിയനെ നോക്കാം. Enlightenment, also known as the age of enlightenment or the age of reason, was the intellectual and philosophical movement that dominated world of ideas in Europe during 18th century. അതാണ് 18-ാം നൂറ്റാണ്ട്. അവിടെയാണ് സെപ്പറേ ഓഡേ എന്നുള്ള വാക്ക് വരുന്നത്, ഏജ് ഓഫ് റീസൺ. അപ്പോൾ ദി എൻലൈറ്റൻമെൻറ്റ് ഇൻക്ലൂഡഡ് എ റേഞ്ച് ഓഫ് ഐഡിയാസ് സെൻറ്റേഡ് ഓൺ റീസൺ. ഇതാണ് എൻലൈറ്റൻമെൻ്റ് ഒരു പിന്നെ സെൻട്രൽ പോയിൻ്റ് എന്നുള്ളത് യുക്തി എന്നുള്ളതാണ്, റീസൺ എന്നുള്ളതാണ്. അതാണ് ഏജ് ഓഫ് റീസൺ എന്ന് പറയുന്നത്. ആസ് പ്രൈമറി സോഴ്സ് ഓഫ് അതോറിറ്റി ആൻഡ് ലെജിറ്റിമസി ആൻഡ് കെയിം ടു അഡ്വാൻസ് ഐഡിയൽസ് ലൈക്ക് ലിബർട്ടി, പ്രോഗ്രസ്, ടോളറൻസ്, ഫ്രറ്റേണിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്. ഈ ആശയങ്ങളൊക്കെ ഇതൊക്കെ നമുക്കിന്ന് വളരെ പരിചിതമായ ആശയങ്ങളാണ്. അതായത് സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് ആയാലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് എന്നുള്ളതായാലും ടോളറൻസ്, ഫ്രറ്റേണിറ്റി, ലിബർട്ടി, പ്രോഗ്രസ്, ഇതൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന ആശയങ്ങളാണ്. ഇതൊക്കെ വരുന്നത് ഈ 18-ാം നൂറ്റാണ്ടിലാണ്. ഏജ് ഓഫ് റീസൻ്റെ സൃഷ്ടികളാണ് ഇതൊക്കെ. അതായത് ഈ ലോകത്തെങ്ങുമുള്ള എല്ലാ ആധുനിക ഭരണഘടനകളും എല്ലാ ജനാധിപത്യ ഭരണഘടനകളും ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങൾ എന്ന് പറയുന്നതൊക്കെ 18-ാം നൂറ്റാണ്ടിൻ്റെ സൃഷ്ടിയാണ്, ഈ ഏജ് ഓഫ് റീസൻ്റെ സൃഷ്ടിയാണ്. അതിൻ്റെ മുദ്രാവാക്യമാണ് എന്ത്? സാപ്പറേ ഓഡേ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഒറ്റൊരു യൂണിഫൈഡ് മൂവ്മെൻ്റ് അല്ല. ഒരുപാട് ഇതുപോലുള്ള ഫിലോസഫേഴ്സ്, ഇപ്പോൾ ആ കാണുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തൊട്ടിങ്ങോട്ട് ഈ ഹ്യൂം ആയാലും ഇവരൊക്കെ പിന്നെ ഡിഡറോ, ഇങ്ങനെ ഒരുപാട് ഫിലോസഫേഴ്സ് ഉണ്ട്. ഇവരൊക്കെയുള്ള ഒരു റിപ്പബ്ലിക് ഓഫ് ലെറ്റേഴ്സ് എന്നാണ് പറയുക. ഇങ്ങനെ രാജ്യാന്തരമായി നിലവിലിരുന്ന റിപ്പബ്ലിക് ഓഫ് ലെറ്റേഴ്സിലെ പൗരന്മാരായി സ്വയം കണക്കാക്കിയ ഈ ഫിലോസഫേഴ്സിൻ്റെ ഒരു ഏകീകൃതമായ ആ കാലത്ത് അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഇതിലേക്ക് വരുന്നുണ്ട്. ആ കാലത്തെ ഒരു ചിത്രമാണ്. ഒരു വിശദമായി നിങ്ങൾക്ക് വായിക്കാം എന്താണ് ഏജ് ഓഫ് എൻലൈറ്റ്മെൻ്റ് ഉള്ളത്. ഞാൻ വളരെയധികം അതിലേക്ക് പോകാൻ മെനക്കെടുന്നില്ല. ഇതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൽ എംഫസിസ് ഓൺ സയൻറ്റിഫിക് മെത്തേഡ് ആൻഡ് റിഡക്ഷനിസം അലോങ് വിത്ത് ഇൻക്രീസ് ക്വസ്റ്റനിങ് ഓഫ് റിലീജിയസ് ഓർത്തഡോക്സി ആൻ ആറ്റിറ്റ്യൂഡ് ക്യാപ്ചേർഡ് ബൈ ദ ഫ്രേസ് സാപ്പറേ ഓഡേ, ഡെയർ ടു നോ. ഈ സാപ്പറേ ഓഡേ എന്നുള്ള വാക്ക് വരുന്നത് 1753 ബെർലിൻ വെനസ്ഡേ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബിൽ അന്ന് ഈ എൻലൈറ്റ്മെൻറ്റ് എന്നുള്ള പദമുണ്ട്. എന്താണ് ജ്ഞാനോദയം? എൻലൈറ്റ്മെൻറ്റ്, ജ്ഞാനോദയം എന്ന വാക്ക്, എന്താണ് ജ്ഞാനോദയം എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്ന ഫിലോസഫർ എഴുതിയ ഒരു എസ്സേ ഉണ്ട്. ആ എസ്സേയിലാണ് ഈ സാപ്പറേ ഓഡേ എന്നുള്ള വാക്ക് വരുന്നത്. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ്. അത് ഇമ്മാനുവൽ കാന്റാണിത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രസിദ്ധമായ ഈ ഒരു എസ്സേയിലാണ് ഈ വാക്ക് സാപ്പറേ ഓഡേ എന്ന് പറയുന്നത്. അതൊന്ന് നമുക്ക് വായിക്കാം ആ ഭാഗം. എൻലൈറ്റൻമെൻറ്റ് ഈസ് മാൻസ് എമർജൻസ് ഫ്രം ഹിസ് സെൽഫ് ഇമ്പോസ്ഡ് ഇമ്മച്യൂരിറ്റി എന്നാണ്. മനുഷ്യൻ സ്വയം വരിച്ച എന്താണ് പറയുക, അപക്വതയിൽ നിന്നുള്ള മോചനമാണ് ജ്ഞാനോദയം എന്നാണ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുക. ഇമ്മച്യൂരിറ്റി ഈസ് ദ ഇനേബിലിറ്റി ടു യൂസ് വൺസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് വിത്തൗട്ട് അനദേഴ്സ് ഗൈഡൻസ്. മറ്റൊരാളുടെ ട്രഡീഷൻ്റെതായാലും ശരിയാണ്, വേറൊരു അതോറിറ്റിയുടെ ഡോഗ്മയുടേതായാലും ശരിയാണ്, റിലീജിയൻ്റെതായാലും ശരിയാണ്, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു മേൽനോട്ടമില്ലാതെ സ്വന്തം ചിന്താശേഷി പ്രയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ, അതിനാണ് ഇമ്മച്യൂരിറ്റി എന്ന് കാന്റ് പറയുന്നത്. ദ ഇമ്മച്യൂരിറ്റി ഈസ് സെൽഫ് ഇമ്പോസ്ഡ്. ഇറ്റ്സ് കോസ് ലൈസ് നോട്ട് ഇൻ ദ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബട്ട് ഇൻ ഇൻഡിസിഷൻ ആൻഡ് ലാക്ക് ഓഫ് കറേജ് ടു യൂസ് വൺസ് ഓൺ മൈൻഡ് വിത്തൗട്ട് അനദേഴ്സ് ഗൈഡൻസ്. മറ്റൊരാളുടെ നിർദ്ദേശപ്പടി അല്ലാതെ സ്വന്തം മനസ്സ് പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. അവിടെയാണ് നമ്മൾ സ്വതന്ത്ര ചിന്ത, ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് അടിസ്ഥാനപരമായി സാപ്പറേ ഓഡേ എന്നുള്ള വാക്ക് പറയുന്നത്. ഹാവ് ദ കറേജ് ടു യൂസ് യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക. ഇതാണ് അറ്റ് ഈസ് ദർ ഫോർ ദ മോട്ടോ ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്ന് കാന്റ് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ സാപ്പറേ ഓഡേ എന്നുള്ള വാക്ക് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ 18-ാം നൂറ്റാണ്ടിലെ ഈ സാപ്പറേ ഓഡേ എന്നുള്ള വാക്ക് പറയുന്നത്? മോഡേണിറ്റി, കാരണം എന്താണ്? മോഡേണിറ്റി ഇൻ ഇന്ത്യ ലാക്സ് ദി സ്പിരിറ്റ് ഓഫ് സാപ്പറേ ഓഡേ, അണ്ടർസ്റ്റുഡ് ആസ് സെറ്റിംഗ് ലിമിറ്റ്സ് ഓൺ ദ അതോറിറ്റി ഓഫ് റിലീജിയൻ, ആസ് സെപ്പറേറ്റിംഗ് ദ റിലംസ് ഓഫ് സയൻസ് ആൻഡ് റിലീജിയൻ ഇൻ ദ ലാർജർ കൾച്ചർ. ഇത് ഇന്ത്യയിൽ നിന്ന് നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. അതായത് സയൻസ് ആൻഡ് റിലീജിയൻ, അതിൻ്റെ രണ്ടിൻ്റെയും ഡൊമെയിൻസിനെ മാറ്റി നിർത്താൻ
ഇന്നും ഇന്ത്യയിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അവിടെയാണ് സെപ്പറയോടെ എന്ന വാക്കിൻ്റെ പ്രാധാന്യം എന്നുള്ളതുകൊണ്ടാണ്. എന്താണ് ഈ സാപ്പരയോടെ എന്ന വാക്കിലൂടെ എന്തുകൊണ്ടാണ് റീസൺ ഇത്രയധികം പ്രാധാന്യം കൊടുത്തത്? എന്താണ് വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് റീസൺ ഇൻ ദ ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് സിദ്ധാന്തമാണ് പറയുന്നത്. ഏതായാലും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇത് കഴിഞ്ഞ ഉടനെ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് സമാധാനിച്ച് കേൾക്കാം. അപ്പോൾ ഇത് സെപ്പറയോടെ എന്ന് പറയുമ്പം നിങ്ങൾ സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഫിലോസഫേഴ്സ് ചെയ്ത കാൻറ്റും മറ്റ് ഫിലോസഫേഴ്സും ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ റീസൺ എന്നതിനെ റീഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. റീസണിനെ തന്നെ റീഡിഫൈൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മനുഷ്യൻ്റെ പരിമിതികളോ സാധ്യതകളോ ഒക്കെ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെയും നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുടെയും പരിമിതികളുണ്ട്, അതിൻ്റെ സാധ്യതകളുണ്ട്. ഈ പരിമിതികൾക്കും ഈ സാധ്യതകൾക്കും ഉള്ളിലാണ് മനുഷ്യൻ അറിയാൻ കഴിയുന്നതൊക്കെ കിടക്കുന്നത്. അതിനപ്പുറത്തുള്ളതൊക്കെ എന്താണ്? നമുക്ക് ശരിയോ തെറ്റോ എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അന്യലോകങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാം. ദൈവങ്ങളെക്കുറിച്ചോ ആത്മാവിനെക്കുറിച്ചോ ബ്രഹ്മത്തെക്കുറിച്ചോ പരബ്രഹ്മത്തെക്കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് പറയാം. ഇതൊക്കെ ഭാവനകൾ മാത്രമാണ്. ഇതൊന്നും വെരിഫൈ ചെയ്യാനോ തെറ്റെന്നോ ശരിയെന്നോ തെളിയിക്കാൻ നമുക്ക് സാധ്യമല്ല. അത് നമ്മുടെ ഫീൽഡിൽ വരുന്നതല്ല. നമ്മുടെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെയോ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളുടെയോ പരിധിക്കുള്ളിൽ വരുന്നതല്ല. ഈ ഒരു തിരിച്ചറിവ്, ഇതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. അതാണ് ഈ സാപ്പറയോടെ എന്നുള്ളതിൽ ഒരു കാര്യം. ദി ആർ റീഡിഫൈനിങ് റീസൺ എന്നുള്ളത്. ഈ ഏജ് ഓഫ് റീസണിലുള്ള ഫിലോസഫേഴ്സ് ദേ വർ ഇംപ്രസ്ഡ് by the success of the scientific revolution, especially the disciplined empiricism of Newton. ന്യൂട്ടൻ്റെ ഈ സിദ്ധാന്തങ്ങളൊക്കെ ഏറ്റവും വിജയകരമായി വന്ന ആ ഒരു സമയമാണ്. അപ്പോൾ ന്യൂട്ടൻ്റെ അതായത് പുതിയ ആധുനികമായ സയൻസിൻ്റെ രീതികൾ അന്നത്തെ ഫിലോസഫേഴ്സിന് വളരെയധികം താല്പര്യജനകമായി തോന്നി. ഇവിടെയുള്ളൊരു പ്രധാനം എന്ന് വെച്ചാൽ ഇതൊക്കെ പ്രതിഭാസങ്ങളിൽ നിന്നാണ് പ്രമാണങ്ങളിലേക്ക് പോകുന്നത്. ദേ ആർ ഫ്രം ഫിനോമിന ടു ആക്സിയോംസ് ആണ്. ന്യൂട്ടൺ പരീക്ഷണങ്ങളിലൂടെയാണ് ലോകത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിലേക്ക് എത്തുന്നത്. ഒരു കാര്യം നിരീക്ഷിക്കുന്നു, ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇതാണ് നമ്മൾ ഫിനോമിന ടു ആക്സിയോംസ് എന്ന് പറയുന്നത്. ഇത് ഫിലോസഫേഴ്സിനെ സംബന്ധിച്ചിട്ട് നേരത്തെ ഉണ്ടായിരുന്ന തിയോളജിയൻസിൻ്റെയും മെറ്റാഫിസിഷ്യൻസിൻ്റെയും ഒക്കെ പഴയ ഒരു ജ്ഞാനമാർഗത്തിൽ നിന്നും തീർത്തും റിഫ്രഷിംഗ്ലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഫീൽ ചെയ്യും. പുതിയൊരു രീതിയാണ്. അതായത് നേരത്തെ എങ്ങനെയാണ്? നേരത്തെ ഒരു പ്രമാണം തന്നിട്ടുണ്ട്. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര ഒരു പ്രമാണമാണ്. ആ പ്രമാണത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോകത്തിനെ സമീപിക്കുന്നത്. അപ്പോൾ അത് പ്രമാണങ്ങളിൽ നിന്ന് പ്രതിഭാസങ്ങളിലേക്കുള്ള യാത്രയാണ്. ഫ്രം ആക്സിയോംസ് ടു ഫിനോമിന. They started with infallible divine revelations and proceeded to deduce the knowledge of physical phenomena from them. ഇതാണ് ആക്സിയോംസ് ടു ഫിനോമിന. ഇതാണ് പ്രധാനമായി. ഇവിടെയാണ് ഈ ഒരു നമ്മുടെ ജ്ഞാനോദയ കാലത്ത് ചിന്താ രീതി തന്നെ വ്യത്യസ്തമാവുന്നത്. അത് പ്യുവർ റീസൺ എന്ന് പറഞ്ഞതാണ്. അതായത് നമുക്ക് നിങ്ങളുടെ വാട്ട് എവർ യു ഫീൽ റീസണബിൾ ഈസ് ബൗണ്ട് ടു ബി ട്രൂ എന്നാണ് പഴയ ധാരണ. നിങ്ങൾക്ക് ശരിയാണ്, നിങ്ങൾക്ക് അപ്പോൾ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മനാപര എന്നതൊരു വളരെ യുക്തിപൂർവകമാണ് എന്ന് ഇവിടുത്തെ അദ്വൈതികളൊക്കെ പറയും. കാരണം അവരുടെ യുക്തി വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അതൊക്കെ ശരിയാണ്, എല്ലാം ഫിറ്റാവുന്നുണ്ട്. പക്ഷേ ഇത് തെറ്റാണെന്നോ ശരിയാണെന്നോ പ്രൂവ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് പ്യുവർ റീസൺ എന്ന് പറയും. ഈ പ്യുവർ റീസണിൽ നിന്നും പുതിയൊരു തരം റീസണിനെയും എംപിരിസിസത്തെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജ്ഞാനോദയ യുക്തി പുതുതായി ഉണ്ടായി എന്നുള്ളതാണ് ജ്ഞാനോദയ കാലത്തെ വ്യത്യാസം. ന്യൂട്ടൺസ് മെത്തേഡ് became the paradigm of reason for the age of enlightenment. The philosophers denied that it was possible to make any factual claims about the world based upon pure reason, that is, any means of knowing which cannot be validated by sensory experience. നമ്മുടെ അനുഭവങ്ങളിലൂടെയും ചിന്താശേഷിയിലൂടെയും, അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപകരണങ്ങൾ വെച്ചുള്ള നമ്മുടെ കണ്ണിൻ്റെ എക്സ്റ്റൻഷനാണ് മൈക്രോസ്കോപ്പ് ആയാലും ടെലിസ്കോപ്പ് ആയാലും ഒക്കെ. അതുപോലെയുള്ള നമ്മുടെ ഈ ജ്ഞാനപരിധിക്കകത്ത് സാധ്യമായ എംപിരിക്കലായിട്ടുള്ള ജ്ഞാനപരിധിക്കകത്ത് അതുകൊണ്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റാത്ത എല്ലാ ജ്ഞാനവും അതിന് അർത്ഥശൂന്യമാണ്, അപ്രസക്തമാണെന്ന് പറയാം. അപ്പോൾ ഇതിന് കാന്റ് പറയാം ഫിനോമിനൽ വേൾഡ് എന്നാണ്. ഈ ഫിനോമിനൽ വേൾഡ് ഇത് മാത്രമേ
നമ്മളുടെ ജ്ഞാനത്തിൻ്റെ പരിധിയിൽ വരുന്നുള്ളൂ, സാധുവായ ജ്ഞാനത്തിൻ്റെ പരിധിയിൽ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? നൗമീനൽ വേൾഡാണ്, സുപ്രാ സെൻസിബിൾ എൻറ്റിറ്റീസ്. അതുകൊണ്ടാണ് എന്തായിരിക്കുന്നത്, യുക്തിവാദികൾ, ജ്ഞാനോദയ ചിന്തകരൊക്കെ, സ്വതന്ത്ര ചിന്തകരൊക്കെ നമ്മൾ എത്തീസ്റ്റുകളാവുന്നത്. ബിക്കോസ് സുപ്രാ സെൻസിബിൾ എൻറ്റിറ്റീസ് ലൈക്ക് ഗോഡ്, ആബ്സല്യൂട്ട് കോൺഷ്യസ്നസ്, സോൾ, വൈറ്റൽ സ്പിരിറ്റ്, ഇതൊക്കെ ദേ ഫോർ എവർ ലൈ ഔട്ട്സൈഡ് ഹ്യൂമൻ എബിലിറ്റീസ് ടു നോ ദം. അത് വെറും നമുക്ക് നമ്മുടെ പരിധിക്കുള്ളിൽ, നമ്മുടെ ജ്ഞാനപരിധിക്കുള്ളിൽ ഒതുങ്ങുന്ന കാര്യങ്ങളേ അല്ല. അത് വേറെന്തോ ഭാവനയെന്നോ അല്ലെങ്കിൽ നമുക്കൊരു കഥയായിട്ടൊക്കെ വെക്കാൻ പറ്റും. വി ക്യാൻ ദെയർഫോർ മേക്ക് നോ എംപിരിക്കൽ ക്ലെയിംസ്. അതുപോലെ തന്നെ ഈ നൗമീനൽ വേൾഡ് എന്ന് പറയാവുന്ന ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ വെച്ചുകൊണ്ട് നമുക്ക് ഫിനോമിനൽ വേൾഡിനെ, ഈ ലോകത്തെ നമുക്ക് അളക്കാനോ അതിനെക്കുറിച്ച് ക്ലെയിംസ് ഉണ്ടാക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. അതൊരു കാർട്ടൂണാണ്, ഫിനോമിനൽ കാൻറ്റ് എന്ന് പറയുന്നത്. ഇരിക്കട്ടെ. അപ്പോൾ ദ വേൾഡ് വ്യൂ ലിമിറ്റഡ്. അപ്പോൾ ഈ 18-ാം നൂറ്റാണ്ടുണ്ടായ കാര്യം ഇതാണ്. ദ വേൾഡ് വ്യൂ ലിമിറ്റഡ് supernatural forces or ultimate realities to the world of Naumina, totally beyond the reach of human experience. അത് വേറൊരു ലോകത്തേക്ക് മാറ്റിവെച്ചു. ദൈവത്തെ, ആത്മാവിനെ പ്രകൃതിയിൽ നിന്ന് പുറത്താക്കിയാണ്. പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളിൽ ഇതിനൊരു സ്ഥാനവുമില്ല എന്ന് വരുത്തിയത്. ഈ നേരത്തെ പറഞ്ഞ ഇതിനൊരു സ്ഥാനമില്ല എന്ന് വരുത്തിയത്. ഗോഡ് വാസ് ഡ്രിവൺ ഔട്ട് ഓഫ് ദ യൂണിവേഴ്സ്. ആ അർത്ഥത്തിൽ. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഥകളായി വേണമെങ്കിൽ, ആസ് അലിഗറീസ്, ആസ് പോയട്രി, ഈവൺ ആസ് നെസസറി ഫിക്ഷൻ ടു ഡിഫെൻഡ് ദ മോറൽ ഇൻറ്റ്യൂഷൻസ് അബൌട്ട് ഗുഡ് ആൻഡ് ഈവിൾ, ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം, കഥകളായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇൻ്റർനെറ്റിനെക്കുറിച്ചുള്ള കഥകളൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിനു വേണ്ടി ഗവൺമെൻറ് 20 ലക്ഷം രൂപ മഴ പെയ്യിക്കാൻ വേണ്ടി ചിലവാക്കുന്നു എന്ന് പറയുന്നത് ഇവിടെയാണ് വ്യത്യാസം. ഇതാണ് ഇന്ത്യയിൽ സംഭവിക്കാത്തത്. അതുകൊണ്ടാണ് നമുക്കെപ്പോഴും സാപ്പരയോ അവിടെ വേണ്ടി വരുന്നത്. ഇവിടെ നമുക്കിവിടെ ക്ലിയർ ആയിട്ടില്ല എപ്പോഴും. ഇന്ദ്രനൊക്കെ കഥയിൽ ഒതുങ്ങേണ്ട സമയമായി. പക്ഷേ നമ്മളിവിടെയും ഇന്ദ്രൻ ഇപ്പോഴും കഥയിൽ ഒതുങ്ങിയിട്ടില്ല. മഴ പെയ്തായിരുന്ന ഉടനെ ഇത് ഒരു അടുത്ത് വന്ന ന്യൂസാണ്. ഗവൺമെൻറ് സ്പെൻസ് 20 lakhs ഓൺ പൂജ ഫോർ റെയിൻ ഗോഡ്സ്. നമ്മൾ വിചാരിക്കും എന്താണ് ഈ നൗമീനൽ, ഈ 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഫിലോസഫേഴ്സ് പറഞ്ഞ കാര്യം. അതായത് ഇതൊക്കെ വേറെ ലോകമാണ്, ഫിനോമിനൽ വേൾഡിൽ നിങ്ങൾ ഈ പറയുന്ന ഈ കഥകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റീഡിഫൈനിങ് റീസൺ, ഈ പ്യുവർ റീസൺ എന്ന് പറയുന്ന ഈ കഥകൾക്ക് യഥാർത്ഥ ലോകത്ത്, ഫിനോമിനൽ വേൾഡിൽ സ്ഥാനമില്ല എന്ന തിരിച്ചറിവ് അത് നമുക്കിപ്പോഴും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ വീണ്ടും പറഞ്ഞിട്ട് തരുന്നത്. അതുവരെ, ഈ 18-ാം നൂറ്റാണ്ട് വരെ, സോ ഫാർ ഹ്യൂമൻ ഹിസ്റ്ററി, സയൻസ് ഓർ നാച്ചുറൽ ഫിലോസഫി ഹാഡ് എക്സിസ്റ്റഡ് വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് റിലീജിയൻ. മതത്തിനകത്താണ് ഇതൊക്കെ നിലനിന്നിരുന്നത്. നമ്മുടെ ലോകവിജ്ഞാനം എന്നത്, നമ്മുടെ പ്രകൃതി വിജ്ഞാനം എന്നത് മതത്തിനകത്താണ് എന്നുണ്ട്. അതുകൊണ്ടാണ് ഗലീലിയോ വിചാരണ ചെയ്യപ്പെടുന്നത്. അതെ, അത് വീണ്ടും അപ്പോഴും അത് കറങ്ങുന്നു എന്ന് ഗലീലിയോ പറയുന്നത് ഇതിനു മുമ്പാണ്, 18-ാം നൂറ്റാണ്ടിന് മുമ്പാണ്. കാരണം അന്ന് ലോകവിജ്ഞാനം എന്നത് മതത്തിൻ്റെ പാരമ്പര്യങ്ങളുടെ ആ ലോകവീക്ഷണത്തിനകത്താണ്. പിന്നീട് എന്തായി? 18-ാം നൂറ്റാണ്ടിന് ശേഷം 18-ാം നൂറ്റാണ്ടിൽ henceforth religion could exist only within the limits of scientific reason. This was the philosophical core of enlightenment. മതത്തിന് നിലനിൽക്കാൻ പറ്റുന്നത് ശാസ്ത്രത്തിൻ്റെ ലോകവീക്ഷണത്തിനകത്ത് മാത്രമാണ് എന്നാണ് സംഭവിച്ചത്. ഇതാണ് നമുക്കിവിടെ ഇനിയും സംഭവിച്ചിട്ടുള്ള കാര്യം. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിന് കേവലം സയൻസിൻ്റെ മണ്ഡലത്തിൽ മാത്രമുള്ളൊരു കാര്യമല്ല. This transformation had far-reaching consequences, not just for the conduct of science, but for the evolution of a democratic and secular public sphere. ഇതും കൂടെ പറയേണ്ടതുണ്ട്. ഇതൊരു പൂർണ്ണമായ ജനാധിപത്യ അധിഷ്ഠിതമായ ഒരു പൊതുമണ്ഡലം എന്നതുണ്ടാവുന്നത് തന്നെ എപ്പോഴാണ്? ഈ മാറ്റത്തിലൂടെയാണ്. ഈ 18-ാം നൂറ്റാണ്ടിലുണ്ടായ, ഏജ് ഓഫ് റീസണിലുണ്ടായ ജ്ഞാനധാരണയിൽ നിന്നാണ് പുതിയ പൊതുമണ്ഡലം രൂപമെടുക്കുന്നതെന്നുള്ളതാണ്. ജനാധിപത്യ അധിഷ്ഠിതമായ പൊതുമണ്ഡലം. ഡിഡ്രോ അദ്ദേഹത്തിൻ്റെ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ ആ കാലത്തുണ്ടായ 18-ാം നൂറ്റാണ്ടിൽ പ്രധാന ഇതാണ് എൻസൈക്ലോപീഡിയ. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പർപ്പസ് ഇസ് ടു ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ മോഡ് ഓഫ് തിങ്കിങ്. ഇതാണ് ഏറ്റവും പ്രധാനം. 18-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതാണ്. ചിന്താരീതിയിലൊരു വ്യത്യാസമുണ്ട്. ഇതൊരു ചേഞ്ച് ഇൻ ദ മോഡ് ഓഫ് തിങ്കിങ്. അതാണ്. അപ്പോൾ ഈ എംപിരിസിസ്റ്റ് റെവല്യൂഷൻ ഇൻ ദ കൺസെപ്ഷൻ ഓഫ് റീസൺ വാസ് ഹ്യൂജ്ലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ന്യൂ ഐഡിയൽസ് ഓഫ് പബ്ലിക്നെസ്, ഓപ്പൺ ഇൻ പ്രിൻസിപ്പിൾ ദോ നോട്ട് ഇൻ പ്രാക്ടീസ് ടു ഓൾ. സർവർക്കും ആക്സസിബിളായ, എല്ലാവർക്കും തുറന്നു കിടക്കുന്ന ഒരു പൊതുമണ്ഡലം എന്ന ആശയം ഇത് വരുന്നത് എപ്പോഴാണ്? ഇൻ വിച്ച് അതോറിറ്റി വാസ് ഓപ്പൺ ടു ക്രിട്ടിക്കൽ സ്ക്രൂട്ടിനി.
അതായത് നേരത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത അതോറിറ്റികളാണ് ചിന്താമണ്ഡലത്തിൽ എവിടെയുള്ളത്. 18ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അതോറിറ്റി, റെവലേഷൻ, ഡോഗ്മ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം ഇല്ലാതായി. ഇതൊക്കെ പൊളിച്ചെറിഞ്ഞു. റീസൺ ആൻഡ് ലോജിക് ആൻഡ് എംപിരിസിസം ഇതാണ് ഇതിന് മുകളിലായി. അപ്പോൾ എന്തായി? ഇൻ വിച്ച് അതോറിറ്റി വാസ് ഓപ്പൺ ടു ക്രിട്ടിക്കൽ സ്ക്രൂട്ടിനി. ഈ പൊതുമണ്ഡലം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് പങ്കെടുക്കുന്ന പൊതുമണ്ഡലം എന്നത്, ഇതുപോലെ സംഗതി സാധ്യമാവുന്നത്, ഈ പൊതുമണ്ഡലം എന്നത് സാധ്യമാവുന്നത് ഇതിന് ശേഷം മാത്രമാണ്. ദ ബേസിസ് ഓഫ് എവിഡൻസ് ആക്സസിബിൾ ടു ഓർഡിനറി ഹ്യൂമൻ ഫാക്കൽറ്റീസ്. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആർക്കും അഭിപ്രായം പറയാം. കാരണം ആ തരത്തിലുള്ള ഓപ്പൺനെസ് വരികയാണ്. കാരണം ഒരാളൊരു അതോറിറ്റി അല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു യുക്തി ചിന്തക്കുള്ള കഴിവ് എല്ലാവർക്കും തുല്യമായതുകൊണ്ട് ഇതുപോലെ ആർക്കും വിമർശിക്കാം. വിമർശനാതീതമായി ഒന്നുമില്ല എന്നത്. ഇത് വരുന്നത് ജ്ഞാനോദയാനന്തരം മാത്രമാണ്. ഇതാണ് ജ്ഞാനോദയത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു പബ്ലിക് സ്ഫിയർ ഉണ്ടാക്കിയെടുത്തത് ജ്ഞാനോദയ ആണ്, 18ാം നൂറ്റാണ്ടിലാണ്. The refusal to accept anything without demonstration and reason was simultaneously a refusal to bow to authority എന്നുള്ളതാണ്. ഇത് ഒരു പ്രസിദ്ധമായ കഥയുണ്ട്. കോവല്ലേ എന്നോ പറഞ്ഞിട്ടുള്ളൊരാൾ അവിടുത്തെ ചർച്ച് അയാളെ മുട്ടുകുത്തി നിൽക്കാൻ ശിക്ഷിക്കും. എത്രയും നേരം മുട്ടുകുത്തി നിൽക്കുകയാണ് ആ ശിക്ഷ. ജനുഫ്ലക്ഷൻ, അത് ശിക്ഷയാണ്. അയാൾ എന്തോ ഒരു മതപരമായ കുറ്റത്തിനാണ്. അയാൾക്ക് വിവാഹേതര ബന്ധത്തിലൊരു കുട്ടി ഉണ്ടായി. അതാണ് വിവാഹേതര, ആ വാക്ക് കിട്ടാണ് ഇത്തിരി കളിച്ചത്. വിവാഹേതര ബന്ധത്തിലുണ്ടായ ഒരു കുട്ടി ഉണ്ടായി എന്ന പാപം ചെയ്തതിന് മുട്ടുകുത്തി നിൽക്കാൻ വേണ്ടി ശിക്ഷിക്കും. പിന്നെ ചർച്ച് 18ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന കാര്യമാണിത്. അപ്പോൾ അദ്ദേഹം വോൾട്ടയറിനോട് ഹെൽപ്പ് ചോദിക്കും, ഇത് ശരിയാണോ? വോൾട്ടയർ എത്രയോ 6 വർഷം നീണ്ട വലിയ യുദ്ധം നടക്കും. യുദ്ധം എന്ന് വെച്ചാൽ ആശയയുദ്ധമാണ് കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നതാണ്, അതായത് ഒരു പൗരനെ മുട്ടുകുത്തിക്കാൻ മതത്തിന് അവകാശമില്ല. അതിലാണ് യുദ്ധം നടന്നത്. അവസാനം ഈ ജനുഫ്ലക്ഷൻ എന്നുള്ളത് പിന്നെ ഒഴിവാക്കി, ആ ശിക്ഷനെ അവിടെ നിന്ന് എടുത്തു കളഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള റിഫ്യൂസൽ ടു ബോ ബിഫോർ അതോറിറ്റി, മതാധികാരത്തിൻ്റെ മുന്നിലായാലും രാഷ്ട്രീയാധികാരത്തിൻ്റെ മുന്നിലായാലും പൗരൻ മുട്ടുകുത്തേണ്ടതില്ല. കാരണം നമുക്കൊക്കെ ഒരുപോലെ യുക്തിചിന്തക്കുള്ള കഴിവുണ്ട്. ഒരാളും സ്വതന്ത്രനാണ്. സ്വന്തമായും ചിന്തിക്കാൻ കഴിയുന്ന പൗരന്മാരാണ്, വ്യക്തിയാണ്. ഇതൊക്കെ എപ്പോഴാണ്? 18ാം നൂറ്റാണ്ടില്ല. അതുവരെ വ്യക്തിയില്ല, പ്രജ മാത്രമേ ഉള്ളൂ. അപ്പോൾ വ്യക്തി ഉണ്ടാവുന്നു, പൗരനുണ്ടാവുന്നു, മുട്ടുകുത്തേണ്ടതില്ല. അപ്പോൾ ഇതുപോലെ ഈ റിഫ്യൂസൽ ടു ബോ ബിഫോർ അതോറിറ്റി എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള അതോറിറ്റികളെ മാനിക്കാതിരിക്കുക എന്നുള്ളത് 18ാം നൂറ്റാണ്ടിൽ വന്നുകൊണ്ടാണ് സംഭവിക്കുന്നത്. കാരണം അതുവരെ റിഫ്യൂസൽ ടു ബോ ടു അതോറിറ്റി ഓഫ് ദോസ് ഹു ഹിതർടു ക്ലെയിംഡ് എ യുണീക്ക് പൊസഷൻ ഓഫ് ട്രൂത്ത്. സത്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള അതോറിറ്റി മുന്നിൽ ബാക്കിയുള്ളവർ മുട്ടുകുത്താനാണ്. ആ മുട്ടുകുത്താനുള്ള സംഭവം ഇല്ലാതായി. പക്ഷേ ഇവിടെ എന്താണ്? നമ്മുടെ ഈ പിന്നെ ഇന്ത്യക്കാരൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നമ്മുടെയൊക്കെ ഒരു രാഷ്ട്രീയ അധികാരത്തിൻ്റെ പ്രതിനിധി മതാധികാരത്തിന് മുന്നിൽ മുട്ടുകുത്തുക നമ്മൾ കാണുന്നത്. കാരണം ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരം പോയി മതാധികാരത്തിന് മുന്നിൽ മുട്ടുകുത്താൻ. ഇത് അംബേദ്കർ പറയുന്നത്, അംബേദ്കർ അനിലേഷൻ കാസ്റ്റിൽ പറയുന്നൊരു വാചകമാണ്, ദ റിലീജിയൻ ഈസ് എ സോഴ്സ് ഓഫ് പവർ ഈസ് ഇല്ലസ്ട്രേറ്റഡ് ബൈ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, where the priest holds a sway over the common man often greater than that of the magistrate, and where everything, even such things as strikes and elections, so easily takes a religious turn and can so easily be given a religious twist എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അതായത് മതവും ഒരു അധികാര ശക്തിയാണ്. ഇതൊക്കെ ഇന്ത്യയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയിൽ ഇനിയും സാപ്പരയോടെ, അതുകൊണ്ടാണ് ലോങ് ലിവ് ഫ്രീ തോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ വരാനിരിക്കുന്നു. ഇന്ത്യയിൽ നടന്നിട്ടില്ല. ഇന്ത്യയിൽ ഇന്നും മുട്ടുകുത്താൻ മടിയില്ല. പൗരന് മാത്രമല്ല, പൗരപ്രതിനിധികൾ മാത്രമല്ല, രാജ്യത്തിലെ അധികാര ശക്തികൾ പോയി മതത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്താനുള്ളതാണ്. ഇവിടെ 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നടന്ന് ഇവിടെ ഇപ്പോഴും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഫ്രീ തോട്ട് യുക്തിചിന്തയൊക്കെ വേണമെന്ന് പറയുന്ന അർത്ഥം. ഇത് 1952 വന്ന ഒരു കാർട്ടൂണാണ്. അന്നത്തെ പ്രസിഡന്റ് ഈ പിന്നെ കുറേ ബ്രാഹ്മണന്മാരെ വിളിച്ചിട്ട് കാല് കഴുകി ചൂട്ടി അന്നത്തെ 11 രൂപ ദക്ഷിണ കൊടുക്കാം. അപ്പോൾ നെഹ്റു ഇവിടെ നിന്ന് പറയാണ്, ഞാനും ഒരു പണ്ഡിറ്റാണ്, എൻ്റെ കാലും കൂടെ കഴിയിക്കല്ലേ എന്ന്. അപ്പോൾ ഇവിടെ മൗലാന അബ്ദുൽ കലാം ആസാദ് പറയാം, നിങ്ങൾ മുസ്ലിംസുമായിട്ട് ഭയങ്കര കൂടുതൽ ബന്ധമുണ്ട്, നിങ്ങൾ മുസ്ലിംസിനെ ഇടയ്ക്കിടെ പോയി കെട്ടിപ്പിടിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് അർഹതയില്ല. ഇതാണ് എന്നും ഇന്ത്യ ഉണ്ടായിട്ടില്ല, പുതിയൊരു കാര്യമല്ല പറയുന്നത്. 1952 തന്നെ ഇതാണ് സ്ഥിതി. കാല് കഴുകിക്കുന്ന ഒരു സംഭവം അന്നേ ഉണ്ട്. നമ്മുടെ മതാധികാരത്തിൻ്റെ മുന്നിൽ മതാധികാരത്തിൻ്റെ കാല് കഴുകാനും പിന്നെ കാല് തുടക്കാനും മുട്ടുകുത്താനും ധൈര്യമായ രാഷ്ട്രീയമാണ് എന്നും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് മാറേണ്ട ആവശ്യമില്ല. എന്നാലേ എന്ത് മാറുള്ളൂ?
ഇവിടെ നമ്മൾ ഈ മതാധികാരത്തിനെ കുറിച്ച് നമ്മൾ ഈ പറയുന്ന കാര്യമൊക്കെ ദർ ഇസ് എ നീഡ് ടു ചേഞ്ച് ദ വേ പീപ്പിൾ തിങ്ക്. അത് മാറിയാൽ മാത്രമേ ഉള്ളൂ രക്ഷയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഇവിടെ പിന്നെ മതമൗലികവാദത്തെക്കുറിച്ച് പറയുമ്പോൾ, മതാധികാരത്തെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അൺലെസ് വി ചേഞ്ച് ദ വേ പീപ്പിൾ തിങ്ക്, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. സാപ്പറേ ഓടേ, ഇതില്ലാത്തിടത്തോളം ഇത് ശരിയാകാൻ പോകുന്നില്ല എന്നല്ല. ഇപ്പം ഇത് അംബേദ്കർ 1935 പറയുന്നതാണ്. ഈവൻ സച്ച് തിങ്സ് എസ് സ്ട്രൈക്സ് ആൻഡ് എലക്ഷൻ സോ ഈസിലി ടേക്ക് എ റിലീജിയസ് ടേൺ ആൻഡ് ക്യാൻ സോ ഈസിലി ബി ഗിവൺ എ റിലീജിയസ് ട്വിസ്റ്റ്. 1935 നിന്ന് 2018 എന്താ ഉണ്ടായത്? മതാധികാരികൾ നേരെ അധികാരികളാവുക. ഇത് ഒരു പക്ഷേ അംബേദ്കർക്ക് പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല. അന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു മജിസ്ട്രേറ്റിനേക്കാളും കൂടുതൽ പവർ ഉണ്ട്, അവർക്ക് ഈ ഒരു ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കിനോ ഒക്കെ വേണമെങ്കിൽ രാഷ്ട്രീയമായി വേർതിരിക്കാൻ, രാഷ്ട്രീയമായി മുതലെടുക്കാൻ പറ്റുന്നു. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഒരു മഠാധികാരി ഒരു മുഖ്യമന്ത്രിയാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് വ്യവസ്ഥ. ഇതെന്തുകൊണ്ട് സാധിക്കും? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മുടെ ഇടയിൽ? ഇവിടെ കൃത്യമായി സംഭവിക്കുന്നത് എന്താണ്? ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ വേ പീപ്പിൾ തിങ്ക്. ഇതാണ് സംഭവിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതുകൊണ്ടാണ് ലോങ് ലിവ് ഫ്രീ തോട്ട് എന്ന് പറയുന്നത്. ഫ്രീ തിങ്കേഴ്സ് ആണല്ലോ, അറിയുക ഫ്രീ തിങ്കേഴ്സ് ഉണ്ടാവണം. നിങ്ങളൊക്കെ ഫ്രീ തിങ്കേഴ്സ് ആയിട്ട് വരണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഭാവിയിലൊക്കെ ഒരു പ്രതീക്ഷയുള്ളൂ. വീണ്ടും നമ്മൾ 18-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഗ്രാജുവലി ദ ഓൾഡ് ടാബൂസ് വിച്ച് ഡിറൈവ്ഡ് ദർ ഫോഴ്സ് ഫ്രം ദ നാച്ചുറൽ ലോ വിച്ച് വാസ് സപ്പോസ് ടു എക്സ്പ്രസ് ഡിവൈൻ വിൽ ലോസ്റ്റ് ദർ പവേഴ്സ് ടു പെർസ്യൂഡ്. അതുവരെ അതാണ് പറഞ്ഞിരുന്നത്. എല്ലാം ദൈവനിശ്ചയം അനുസരിച്ച് നടക്കുകയാണ്. അപ്പോൾ രാജാക്കന്മാർ ഭരിക്കുന്നു. കാരണം എന്താണ്? അതാണ് ഡിവൈൻ വിൽ. പിന്നെ ഈ മതാധികാരികൾ നമ്മൾ ഭരിക്കുന്നു, അതാണ് ഡിവൈൻ വിൽ. ഉപദ്രവം ഇങ്ങനെ മനുഷ്യർ പല ദുരിതങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ്? അതാണ് ദൈവത്തിൻ്റെ ഇച്ഛ. ഇത് ശരിയല്ല എന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതൊക്കെ നൗമീനൽ വേൾഡിൻ്റെ ആണ്, അതൊക്കെ വെറും കഥകളാണ് എന്ന് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ തിരിച്ചറിവിലാണ് ഇന്ത്യൻ ജ്ഞാനോദയത്തിൻ്റെ പ്രതിനിധി എന്ന് പറയാവുന്ന അംബേദ്കർ മനുസ്മൃതി കത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് കത്തിക്കുന്നത്? അതുവരെ ദൈവനിശ്ചിതമായ, പൂർവിക നിശ്ചിതമായ ഒരു നിയമങ്ങളടങ്ങുന്ന ഈ ഒരു ഗ്രന്ഥത്തിനെ കത്തിക്കുക എന്നത് ഒരു പ്രതീകാത്മകമായ കാര്യമാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഓൾഡ് ടാബൂസിനെ നിഷേധിക്കാനുള്ളതാണ് നടക്കുന്നത്. അപ്പോൾ ഈ യൂറോപ്യൻ സമൂഹത്തിൽ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് സെക്കുലറൈസേഷൻ എന്നൊരു വാക്കാണ്, മതേതരവൽക്കരണം. ഇത് നടന്നു. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട്, ഓരോരോ സ്ഥാപനങ്ങളായി എന്തായി? മതനിരപേക്ഷമായിക്കൊണ്ടേയിരുന്നു അവിടെ. ശുചീന്ദ്രം കൈമുക്ക് എന്താണ്? മതാധിഷ്ഠിതമായ ഒരു ജസ്റ്റിസ് ഒരു സിസ്റ്റമാണിത്. ഞാനത് ഓർമ്മിച്ചെന്ന് മാത്രം. അപ്പോൾ ഈ ജ്ഞാനോദയത്തിൻ്റെ 2 അടിസ്ഥാന ആശയങ്ങൾ: ഒന്ന്, reason as a distinguishing mark of humanity and a basis for entitlement to equal respect എന്നുള്ളതാണ്. ഇതാണ് 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ സമൂഹത്തിൽ സംഭവിച്ചത്. അതായത് തുല്യ ബഹുമാനത്തിനുള്ള അർഹത ഓരോ വ്യക്തിക്കും ഉണ്ട്, ഈക്വൽ റെസ്പെക്റ്റിനുള്ള അർഹത. ബിക്കോസ് എല്ലാവർക്കും റീസൺ ചെയ്യാനുള്ള പവർ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ റീസൺ ആസ് എ ഡിസ്റ്റിങ്വിഷിങ് മാർക്ക് ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യൻ്റെ ഡിസ്റ്റിങ്വിഷിങ് മാർക്കാണ് റീസൺ എന്നുള്ളത്. അതുകൊണ്ട് എന്താണ്? ഓരോ മനുഷ്യനും ഡിഗ്നിറ്റി ഉണ്ട്. ബേസിസ് ഫോർ എൻറ്റൈറ്റിൽമെൻറ്റ് ടു ഈക്വൽ റെസ്പെക്റ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എല്ലാവർക്കും തുല്യമായ ബഹുമാനത്തിലുള്ള ഈക്വൽ റെസ്പെക്റ്റിനുള്ള അവകാശം ഉണ്ടെന്ന്. വേറെ നേച്ചർ ആസ് ഡിവോയ്ഡ് ഓഫ് ഡിവൈൻ പർപ്പസ് ആൻഡ് ഹയറാർക്കി ആൻഡ് അമിനബിൾ ടു ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൺട്രോൾ. അതിലേക്ക് ഒരുപക്ഷെ അധികം നമ്മൾ വിശദമായിട്ട് ഇത്ര പോകുന്നുണ്ടാവില്ല, പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വരാം. അപ്പോൾ എൻലൈറ്റ്മെൻറ്റ് ചെയ്തെന്താണ്? ഇറ്റ് അറ്റാക്ട് റൂട്ട്സ് ഓഫ് ട്രഡീഷണൽ യൂറോപ്യൻ കൾച്ചർ ഇൻ ദ സീക്രട്ട് മാജിക്, കിങ്ഷിപ്പ് ആൻഡ് ഹൈറാർക്കി. നമ്മൾ വിചാരിക്കുന്നത് യൂറോപ്പിൽ വളരെ വ്യത്യസ്തമായ, അതല്ല, ഇതേപോലെ നമ്മളെപ്പോലെ തന്നെ ഈ മാജിക്, കിങ്ഷിപ്പ് ആൻഡ് ഹൈറാർക്കിയിലൊക്കെ തന്നെ നമ്മൾ ഹൈറാർക്കി ഉള്ള പോലെ തന്നെ അവിടെയും ഉച്ചനീചത്വ ബന്ധിതമായൊരു സംഭവം തന്നെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അടിവേരുകളെ എൻലൈറ്റ്മെൻറ്റാണ് മാറ്റുന്നത്. സെക്കുലറൈസേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഐഡിയാസ്, സ്ഥാപനങ്ങളുടെയും ആശയങ്ങളുടെയും മതേതരവൽക്കരണം നടക്കുന്നു. Demolished all legitimacies of monarchy, aristocracy, women's subordination, ecclesiastical authority and slavery. ഇവിടെ നമ്മൾ ഇന്നും തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം ഇന്നും മൊണാർക്കിക്ക് മനുഷ്യരുടെ മനസ്സുകളിൽ എത്രത്തോളം ഒരു വേരുണ്ടെന്നുള്ളത്, രാജാവിന് എത്രത്തോളം വേരുണ്ടെന്നുള്ളത്, മനുഷ്യരുടെ മനസ്സിൽ എത്രത്തോളം വേരുണ്ടെന്നുള്ളത് ഇവിടുത്തെ ഓരോ ആൾക്കും അറിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വേരുകൾ പോയിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ, ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഓരോ ഇലക്ഷൻ പരിഗണനയിലും അത് വരുന്നത്. കൂടുതൽ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല.
ജാതി പരിഗണനകൾ വരേണ്ടി, ഇത് ഓരോന്നും വരേണ്ടിയൊന്നും എന്തുകൊണ്ടാണ്? മനുഷ്യരുടെ ചിന്താ രീതി മാറിയിട്ടില്ല. ആ റൂട്ടുകൾ എവിടെ കിടക്കുന്നത്? ഇതാണ് ജ്ഞാനോദയം യൂറോപ്യൻ സമൂഹത്തിൽ ചെയ്തത്. ഡെമോളിഷ് ഓൾ ലെജിറ്റിമേഷൻസ് ഓഫ് മൊണാർക്കി. ഇതിനൊക്കെ ഇന്നൊന്ന് ലെജിറ്റിമേഷൻ ഉണ്ട്. നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ ഇന്ന് മൊണാർക്കിക്കും അരിസ്റ്റോക്രസിക്കും വിമൻ സബോർഡിനേഷനും ഒക്കെ ലെജിറ്റിമസി ഇന്നും കിടക്കുന്നുണ്ട്. സ്ത്രീകൾ, നമ്മൾ എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇവിടെ പോലും ഇത്രയും ഇഗാലിറ്റേറിയനായ ഒരു അറ്റ്മോസ്ഫിയറിൽ പോലും സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ മനസ്സിൽ ഇന്നും, നമ്മുടെ മനുഷ്യരുടെ ചിന്താരീതിയിൽ ഇന്നും ഉള്ളത് എന്താണ്? ദർ ഇസ് എ ലെജിറ്റിമേഷൻ ഫോർ വിമൻ സബോർഡിനേഷൻ, ദർ ഇസ് എ ലെജിറ്റിമേഷൻ ഫോർ അരിസ്റ്റോക്രസി, ദർ ഇസ് എ ലെജിറ്റിമേഷൻ ഫോർ എക്ലിസാസ്റ്റിക്കൽ അതോറിറ്റി, മതാധികാരത്തിന്. ഇതിനൊക്കെ എന്തുണ്ട്? മനുഷ്യരുടെ മനസ്സുകളിൽ ഇന്നും ന്യായീകരണങ്ങളുണ്ട്. വേ പീപ്പിൾ തിങ്ക് അത് മാറിയിട്ടില്ല. അതാണ് ഇന്ത്യയുടെ പ്രശ്നം. ഇങ്ങനെയൊക്കെല്ലാം നടന്ന ഒരു യൂറോപ്യൻ സമൂഹത്തിൻ്റെ പോസ്റ്റ് എൻലൈറ്റൻമെൻറ്റ് സമൂഹമാണ്. ഇതാണ് ഒരുപക്ഷെ എല്ലാവരും എന്നോട് യോജിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രമേയമാണ് ഇനി എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. എഗ്രി ടു ഡിസഗ്രി എന്നാണ് ഈ യോഗത്തിൻ്റെ ഒരു പ്രമേയം തന്നെ. ആ ഒരു ഇതാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനീ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അഗ്രി ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ ഡിസഗ്രിമെൻ്റ് ഉണ്ടാവും. പക്ഷെ അതിനും യു അഗ്രി ടു ഡിസഗ്രി വിത്ത് മീ. അപ്പോൾ ഞാൻ പറഞ്ഞത്, യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റ്, പോസ്റ്റ് എൻലൈറ്റൻമെൻറ്റ് സമൂഹമായ യൂറോപ്പിൽ നിന്ന് കടൽ കടന്ന് ജ്ഞാനോദയം ഇന്ത്യയിലെത്തുന്നുണ്ട്. ഈ ജ്ഞാനോദയാനന്തര സമൂഹമാണ് ഒരു കൊളോണിയൽ അധികാരത്തിൻ്റെ രൂപത്തിൽ ഇന്ത്യൻ സമൂഹവുമായി ഒരു സംവാദത്തിൽ ഏർപ്പെടുന്നത്, കീഴടക്കുന്നത്, ഇടപെടുന്നതൊക്കെ ഒരു ജ്ഞാനോദയാനന്തര സമൂഹത്തിലെ പ്രതിനിധികളാണ്. ഞാൻ അവിടെ കാണിച്ചത് 2 കോളേജുകളും ഒരു ഹൈക്കോടതി കെട്ടിടമാണ് കാണിച്ചത്, കൽക്കട്ടയിലുണ്ടായത്. ഇത് ഞാൻ പഴയൊരു ഏതാനും വർഷം, 2-3 വർഷം മുമ്പേ എൻ്റെ ഒരു പ്രസംഗത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് പേപ്പറിൽ വന്നപ്പോൾ ഇത് ഫേസ്ബുക്കിൽ എടുത്തിട്ടു. അപ്പോൾ ഫേസ്ബുക്കിൽ ഒരാൾ കമൻറ്റ് ചെയ്യാണ്, ദിസ് ഈസ് വാട്ട് തോമസ് ബെബിങ്ടൺ മാക്കുലേസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് വർക്കിംഗ് ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞത്. അത് ഞാനൊക്കെ യുക്തിരഹിതമായ വിശ്വാസങ്ങളെ യുവാക്കൾ ഖണ്ഡിക്കണം, ഇതുപോലെ ഒരു യുവാക്കളെ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ചികിത്സയെക്കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രകൃതി ചികിത്സയെക്കുറിച്ചായിരുന്നു വർഷം എൻ്റെ ഓർമ്മ. ഏതായിരുന്നാലും അതിന് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നിങ്ങൾ ഈ മെക്കാളയുടെ വിദ്യാഭ്യാസം കിട്ടിയതിൻ്റെ പ്രശ്നമാണ്. എല്ലാ പ്രശ്നവും മെക്കാളയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ്. തോമസ് ബെബിങ്ടൺ മെക്കാലെ ഇങ്ങനെ ഒരു സാധനം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫേസ്ബുക്കിൽ ഇങ്ങനെ വരും. അതിങ്ങനെ ആവർത്തിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഈ മെക്കാളെക്കുറിച്ചുള്ള സാധനമാണ്. ഐ ഹാവ് ട്രാവൽഡ് അക്രോസ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഇന്ത്യ. ഇത് മെക്കാളെ പറഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞത്. 2/2/1835 മെക്കാളെ പറഞ്ഞ ഒരു കാര്യമായിട്ടാണ് ഇത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. I have travelled across the length and breadth of India and have not seen one person who is a beggar, who is a thief. Such wealth I have seen in this country, such high moral values, peoples of such caliber that I do not think we would ever conquer this country. ഒരു യുദ്ധം ഉണ്ടാക്കാൻ വന്ന ജനറൽ എങ്ങാണ്ടാണ് സംസാരിക്കുന്ന രൂപത്തിലാണ്. ഇന്ത്യയെ കീഴടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. Unless we break the very backbone of this nation, which is our spiritual and cultural heritage, and therefore I propose that we replace our old and ancient education system. Her culture, for if the Indians think that all that is foreign and English is good and greater than their own, they will lose their self-esteem, their native culture, and they will become what we want them, a truly dominated nation. ലോർഡ് മെക്കാളെ 1835 ഇത് പറഞ്ഞു എന്നാണ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് വളരെ ദേശാഭിമാനത്തോടു കൂടി നമ്മുടെ സുഹൃത്തുക്കൾ എൻ്റെ അലുമിനി ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഇടക്കിടെ വന്നുകൊണ്ടിരിക്കും. ഇത് കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും വന്നുകൊണ്ടേയിരിക്കും ഈ സാധനം. അത് ദേശാഭിമാനത്തെ ഉത്തേജിപ്പിക്കാനുള്ള ഒരു സാധനമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ മൊത്തമേ അസംബന്ധമാണ്, ഒരുപാട് അസംബന്ധങ്ങളുണ്ട് ഇതിൽ. ഈ 1835 മെക്കാളെ ഇന്ത്യയിലിരിക്കുക. അന്നത്തെ മാതിരി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പ്ലെയിനിൽ കയറിയിട്ട് അവിടെ ലണ്ടനിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന കാലമല്ല. മാസങ്ങൾ വേണം ഇവിടുന്ന് കപ്പലിൽ അവിടെ പോയി ഇറങ്ങണമെങ്കിൽ. ആ കാലമാണ്. അപ്പോൾ ഈ പറയുന്ന 1835 അദ്ദേഹം ഇന്ത്യയിലാണ്. ഇത് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കറക്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 2/2/1835 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സംസാരിച്ചതാണ്. ഒന്നാമത്തെ കാര്യം, ചരിത്രപരമായ അബദ്ധം. അദ്ദേഹം ആ സമയത്ത് മെക്കാളെ ഇന്ത്യയിലാണ്. 1833 അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സംസാരിച്ചത്. സംസാരിച്ചത് ഇതല്ല താനും. അതിൽ പറഞ്ഞത് എന്താണ്? ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, അത് വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. പറയുന്നത് എന്താ വെച്ചാൽ, ഇന്ത്യക്കാരായ ആൾക്കാർക്ക് ഉയർന്ന പൊസിഷൻസ്, ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതുപോലെയുള്ള ഉയർന്ന പോസ്റ്റുകളിൽ ജോലി കൊടുക്കണമോ വേണ്ടയോ എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നിർബന്ധമായും കൊടുക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം.
Are we to keep the people of India ignorant in order that we may keep them submissive? അതാണ് പറഞ്ഞത്. നേരെ എതിരാണ്. ഇവരെ സബ്മിസീവാക്കി ഇരിക്കാൻ വേണ്ടി നമ്മൾ അവരെ ഇഗ്നോറൻ്റ് ആക്കി നിർത്തണമെന്നാണോ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്, മെക്കാളെ പറയുന്നത്. ഓർ ഡു വി തിങ്ക് ദാറ്റ് വി ക്യാൻ ഗിവ് ദം നോളജ് വിത്തൗട്ട് അവേക്കനിങ് അംബിഷൻ? ഒന്നുകിൽ അവരെ നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാക്കി ഇരുത്തണം, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതല്ല, വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മഹത്വാകാംക്ഷ ഉണ്ടാവും, ആംബിഷൻസ് ഉണ്ടാവും. ഓർ ഡു വി മീൻ ടു അവേക്കൻ അംബിഷൻ ആൻഡ് ടു പ്രൊവൈഡ് ഇറ്റ് വിത്ത് നോൺ ലെജിറ്റിമേറ്റ് വെൻറ്റ്? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് മെക്കാളെ 1933 പറയുന്നത്. ഹൂ വിൽ ആൻസർ എനി ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ ദ അഫർമേറ്റീവ്? ആരും പറയില്ല ഇതെങ്ങനെ ചെയ്യണമെന്ന്. Yet one of them must be answered in the affirmative by every person who maintains that we ought to permanently exclude natives from high office. നേറ്റീവ്സിനെ ഹൈ ഓഫീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറയുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് വളരെ ശക്തിയായിട്ട് ഈ ഇന്ത്യക്കാർക്ക് ഉയർന്ന പൊസിഷൻ കൊടുക്കണമെന്നാണ് മെക്കാളെ വാദിച്ചത്. ഇതാണ് 1933 പറഞ്ഞത്. പിന്നെ എന്താണ് ഇദ്ദേഹം ഈ 2/2/1935 പറഞ്ഞത് ഇതാണ്. ഈ പ്രസിദ്ധമായിട്ടുള്ള മെക്കോളേൻ്റെ മിനിറ്റ് എന്നുണ്ട്, മെക്കോളേസ് മിനിറ്റ്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷ് ഈസ് ബെറ്റർ വർത്ത് നോയിങ് ദാൻ സാൻസ്ക്രിറ്റ് ഓർ അറബിക്. ഇംഗ്ലീഷിൽ വേണം ഇന്ത്യൻ വിദ്യാഭ്യാസം നടത്താൻ എന്നൊരു സംഗതിയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വളരെ വിശദമായിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് കാണാം. ഈ മെക്കോളേസ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിലദ്ദേഹം ഒരു വാചകം വളരെ ഇതാണ്. ഈ ഇന്ത്യയിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സംസ്കൃതത്തിലും പേർഷ്യനിലും ഒക്കെയുള്ള ക്ലാസിക്കലൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹം പറയുന്നൊരു വാചകമാണ്. വളരെ വളരെ ഇൻസസീവായിട്ടുള്ള കമൻറ്റാണ്, അത് സംശയമൊന്നുമില്ല. For giving artificial encouragement to absurd history, absurd metaphysics, absurd physics, absurd theology. ഞാൻ ഇതിനോടൊക്കെ യോജിക്കുക. ഇവിടെ ഉണ്ടായിരുന്നൊക്കെ ഈ പറഞ്ഞതൊക്കെ അബ്സേർഡായിട്ടുള്ള മെറ്റാഫിസിക്സും അബ്സേർഡായ ഫിസിക്സൊക്കെ തന്നെയാണ് ഇവിടെ ഈ സംസ്കൃത പണ്ഡിതന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അബ്സേർഡായിട്ടുള്ള പ്യുവർ റീസൺഡായിട്ടുള്ള പഴയ കാര്യങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് മെക്കോളയുടെ വിമർശനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിവിടെയുള്ള എഡ്യൂക്കേഷൻ ഈസ് സോ അട്ടർലി യൂസ്ലെസ് എന്നാണ് പറയുന്നത്. ഇതാണ് ഈ 2/2/1935 മെക്കോളെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അടിയിൽ വില്യം ബെൻറ്റിക് അദ്ദേഹത്തെ സപ്പോർട്ട്, ഐ ഗീവ് മൈ എൻറ്റയർ കൺകറൻറ്റ് സെൻറ്റിമെൻറ്റ്സ്. അദ്ദേഹം ഗവർണർ ജനറൽ ഒപ്പിടുന്നു. അവിടെ നിന്നാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് എന്ന സാധനം 1935 വരുന്നത്. പ്രൊമോഷൻ ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. ഇങ്ങനെയാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഉണ്ടാകുന്നത്. മുമ്പൊരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണ് ഇന്ദുലേഖ ഉണ്ടാകുന്നത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വരുന്നത്. നമ്മൾ ഇവിടേക്ക് ഇരിക്കുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് 1935. അപ്പോൾ ഈ ബെൻറ്റിക്കിൻ്റെ റെസൊല്യൂഷൻ കൊണ്ടാണ് പുതിയ സ്കൂളുകൾ ആരംഭിക്കുന്നത്, ഒരുപാട് പുതിയ കോളേജുകളും യൂണിവേഴ്സിറ്റികളൊക്കെ വരുന്നത്. അതാണ് ആദ്യ ചിത്രം കാണിച്ചത്. അതുവരെ ഉണ്ടായിരുന്ന മഹത്തായ ഇന്ത്യൻ വിദ്യാഭ്യാസം ഇതാണ്. പൂണൂലിട്ട് ആണുങ്ങൾ കുറച്ച് പേര് മാത്രം ഇരുന്ന് അവർക്ക് വേണ്ടി മാത്രമായി ചില സ്ഥലങ്ങളിൽ നടത്തിയിരുന്ന വിദ്യാഭ്യാസമാണ് ഈ ഇന്ത്യൻ വിദ്യാഭ്യാസം കൊണ്ട് സാധനം ഉണ്ടായിരുന്നത്. 1973 ഒരു ഗേൾസ് സ്കൂൾ, ബോംബെ ഗേൾസ് സ്കൂളിൻ്റെ ചിത്രമാണ്. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിയെന്നുള്ള. ഇതൊരു അന്ന് വളരെ കേമായി എന്നല്ല പറയുന്നത്, പക്ഷേ ഇവിടെ നമ്മളിന്ന് അറിയുന്ന ഒരു പബ്ലിക് സ്ഫിയർ ഉണ്ടാകുന്നതിൽ ഇങ്ങനെയൊക്കെ നമ്മളിന്ന് സംസാരിക്കുന്നതിലൊക്കെ ഈ മെക്കാളയുടെ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഈ മിനിറ്റ്സും അതിന് തുടർന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ആക്റ്റും അതിപ്രധാനമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 റീസൺ ആസ് എ ഡിസ്റ്റിങ്വിഷിംഗ് മാർക്ക് ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് എ ബേസിസ് ഫോർ എൻറ്റൈറ്റിൽമെൻറ്റ് ടു ഈക്വൽ റെസ്പെക്ട്. ഈ ജ്ഞാനോദയ ആശയം ഇന്ത്യയിലേക്ക് വരുന്നത് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെയാണ്. മെക്കാളയുടെയും ബെൻറ്റിക്കിൻ്റെയും ഒക്കെ പ്രവർത്തനം കൊണ്ട് വന്നിട്ടുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇങ്ങനെയൊക്കെ ഈ യൂറോപ്യൻ ജ്ഞാനോദയ ആശയങ്ങൾ നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് നാരായണ ഗുരു പറയുന്നത് ഇതുകൊണ്ടാണ്. കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം ഇതാണ്. കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഈ ആശയങ്ങൾ വരുന്നത് എല്ലാവർക്കും ശൂദ്രാദികൾ സന്യസിപ്പാൻ പാടില്ല എന്നല്ലയോ എന്നാണ് നാരായണ ഗുരു പറയാം. കാരണം ശംഭൂകനെ തലവിട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ധർമ്മമനുസരിച്ചുള്ള ഹിന്ദുക്കൾ ധർമ്മമനുസരിച്ച് അതല്ലേ, ഹിന്ദുക്കൾ ധർമ്മമനുസരിച്ച് ഭരിക്കുന്നവരല്ലയോ എന്നാണ് നാരായണ ഗുരു പറയാം. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ശംഭൂകന് സന്യസിക്കാൻ പാടില്ല, സന്യസിച്ച് അവർ തല വെട്ടിക്കളയണം എന്നാണ്. അങ്ങനെയല്ല, ദർ ഇസ് ഈക്വൽ റെസ്പെക്റ്റ്. ഈ റീസൺ ആസ് എ ഡിസ്റ്റിങ്വിഷിംഗ് മാർക്ക് ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് എ ബേസിസ് ഫോർ എൻറ്റൈറ്റിൽമെൻറ്റ് ടു ഈക്വൽ റെസ്പെക്റ്റ്. അത് വരുന്നത് ജ്ഞാനോദയാനന്തർ, ഈ യൂറോപ്യൻ ജ്ഞാനോദയാനന്തരാശയം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യയിൽ പ്രചരിക്കുന്നതിലൂടെയാണ് ഇവിടെ ഒരു നാരായണ ഗുരു ഉണ്ടാകുന്നത്, ഇവിടെ ഒരു അയ്യങ്കാളി ഉണ്ടാകുന്നത്, ഇവിടെ ഒരു അംബേദ്കർ ഉണ്ടാകുന്നത്, ജ്യോതിറാവു ഫൂലെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നുള്ള വാചകം വരുന്നത്. സ്ട്രഗിൾ ഫോർ റെക്കഗ്നിഷൻ. ഈ സ്ട്രഗിൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ അയ്യങ്കാളിയുടെ സ്ട്രഗിൾ ഉണ്ടാകുന്നത്? ഇതുകൊണ്ടാണ്. ഈക്വൽ ഡിഗ്നിറ്റി ഫോർ ഓൾ. ഇത് ഇന്ത്യക്ക് തീർത്തും അപരിതമായിരുന്നു. നിങ്ങൾ ജനിക്കുന്ന ആ ഒരു എവിടെയാണോ നിങ്ങൾ ജനിച്ച് വീഴുന്നത്, അതാണ് നിങ്ങളുടെ ഡിഗ്നിറ്റി, നിങ്ങൾ അർഹിക്കുന്ന മാന്യത തീരുമാനിക്കുന്നത്.
നിങ്ങളുടെ ഡിഗ്നിറ്റി തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ എവിടെ ജനിക്കുന്നത് മാത്രമാണ്. ഈക്വൽ ഡിഗ്നിറ്റി എന്നൊരു സങ്കല്പമേ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇവിടെയാണ് അയ്യങ്കാളി. ഞാൻ വാസ്തവത്തിൽ ഒരു കേരളീയ ബാഹ്യമായ ഒരു സമൂഹത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്ന ഒരു ധാരണയിലാണ് അയ്യങ്കാളിയെക്കുറിച്ചിട്ടൊക്കെ വിക്കിപീഡിയ എടുത്തു കാണാനുള്ള ഒരു അസംബന്ധം കാണിച്ചത്. ക്ഷമിക്കണം. അയ്യങ്കാളിയെക്കുറിച്ച് വിക്കിപീഡിയ എടുത്ത് പറയാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അസംബന്ധമാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഓഡിയൻസ് ഇതല്ലായിരുന്നുകൊണ്ടാണ് അങ്ങനെ ഇംഗ്ലീഷിൽ എടുത്തിടാൻ ഇടയായത്. അയ്യങ്കാളി ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അയ്യങ്കാളിയുടെ വിക്കിപീഡിയ ഞാൻ എടുത്തിട്ടതാണ്, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടുന്ന് വെള്ളയമ്പലം ജംഗ്ഷനിൽ അയ്യങ്കാളിയുടെ ഒരു പ്രതിമയുണ്ട്. ഇവിടുന്ന് നമ്മളൊരു ഗൂഗിൾ മാപ്പ് ഇട്ടാൽ നമ്മൾ ഈ ഇരിക്കണോടത്തുനിന്ന് എത്ര 1.8 കിലോമീറ്ററാണ്, 4 മിനിറ്റ് യാത്രയുള്ളൂ അയ്യങ്കാളിയുടെ പ്രതിമയിലേക്ക്. എന്താണ് അയ്യങ്കാളിയുടെ പ്രതിമ 1980 ഈ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുമ്പം ഇതെങ്ങനെ ഉണ്ടായി? എങ്ങനെ അയ്യങ്കാളി ഉണ്ടായത്? അയ്യങ്കാളി ഉണ്ടായത് യൂറോപ്യൻ ജ്ഞാനോദയത്തിലൂടെയാണ്. യൂറോപ്യൻ ജ്ഞാനോദയം കടൽ കടന്ന് ഇന്ത്യയിൽ എത്തിയതുകൊണ്ടാണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നുകൊണ്ടാണ്. ഈക്വൽ ഡിഗ്നിറ്റി ഫോർ ഓൾ എന്നുള്ള യൂറോപ്യൻ ജ്ഞാനോദയ ആശയം കൊളോണിയലിസത്തിലൂടെ ഇന്ത്യയിൽ പകർന്നത് കൊണ്ടാണ് ഇവിടെ ഒരു അയ്യങ്കാളി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ആ പ്രസിദ്ധമായ വില്ലുവണ്ടിയുടെ ഒരു പ്രതിമ അംബേദ്കർ ബീച്ച് ചെറായിലുണ്ട്. അതിൻ്റെ ചിത്രമാണിത്. അതെന്താണെന്ന് പറയേണ്ടതില്ല. വില്ലുവണ്ടി സമരം എന്താണെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ വായിക്കുകയാണ്. 1893 1893 അയ്യങ്കാളി ഡ്രസ് ടു പ്രൊവോക്ക് ഇൻ ക്ലോത്തിങ് ട്രഡീഷണലി അസോസിയേറ്റഡ് വിത്ത് നായേഴ്സ് എന്നാണ്. നായന്മാരുടെ പോലെയുള്ള വേഷം ഒക്കെ ധരിച്ച്, അങ്ങനെയുള്ള വേഷം ധരിക്കാനുള്ള അവകാശം തനിക്കുണ്ട് എന്നാണ് പറയുന്നത്. ഡിഫൈഡ് ദ സോഷ്യൽ കൺവെൻഷൻ ദാറ്റ് അപ്ലൈ ടു ലോവർ കാസ്റ്റ്. അന്ന് റോഡിലൂടെ സഞ്ചരിക്കാൻ, കാളവണ്ടി വാങ്ങാൻ ഒന്നും അർഹതയില്ല. അങ്ങനെയുള്ള ദിക്കിൽ ഇതുപോലെയുള്ള മേൽമുണ്ട് ധരിച്ച് ഒരു കാളവണ്ടി സ്വന്തമായി വാങ്ങി അതിലൂടെ രാജവീതിയിലൂടെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിഗ്നിറ്റി എനിക്ക് അവകാശപ്പെടുന്നു എന്നുള്ള ദ സ്ട്രഗിൾ ഫോർ ഡിഗ്നിറ്റി ഇതുണ്ടാവുന്നത് ജ്ഞാനോദയാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് ഇന്ത്യൻ ജ്ഞാനോദയത്തിൻ്റെ ചിത്രം. ഇങ്ങനെയാണ് ഇന്ത്യൻ ജ്ഞാനോദയം ഉണ്ടാകുന്നത്. ഇന്ത്യൻ ജ്ഞാനോദയം എന്നത്, ഇന്ത്യൻ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായി, യൂറോപ്പിൽ വാസ്തവത്തിൽ ഇത് അപ്പർ ക്രസ്റ്റ് ഓഫ് സൊസൈറ്റി എന്നാണ് വരുന്നത്. ഇന്ത്യയിൽ ഉണ്ടായത് എവിടുന്ന? ഇത് കീഴ്ക്കടയിൽ നിന്നാണ് വരുന്നത്. ഇവർക്കാണ് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഇവിടെ അവഗണിക്കപ്പെട്ട് കിടന്ന ഈ ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് നമ്മൾ പറയുന്ന അസ്പൃശ്യരായിരുന്ന, മനുഷ്യാന്തസ്സിന് അർഹതയില്ലാതിരുന്ന ജനങ്ങളുടെ നിന്നാണ് എൻലൈറ്റൻമെൻറ്റ് കടന്നു വരുന്നത്. ദ സ്ട്രഗിൾ ഫോർ റെക്കഗ്നിഷൻ ആസ് ഹ്യൂമൻ വരുന്നത്. അപ്പോൾ ലേയിങ് ക്ലെയിം ടു ദ പബ്ലിക് സ്പേസ്, ഇതാണ് ഈ പൊതുസ്ഥലങ്ങൾക്കുള്ള അവകാശം. അദ്ദേഹം ചന്തയിലേക്ക് കടന്നു ചെല്ലുകയാണ്, കല്ലുമാല വലിച്ചെറിയുകയാണ്, ഈ റോഡിലൂടെ സഞ്ചരിക്കുകയാണ്. ഈ ക്ലെയിം ടു ദ പബ്ലിക് സ്പേസ് എന്നുള്ളത് ഇതെവിടുന്ന് വരുന്നത്? ഇത് യൂറോപ്യൻ ജ്ഞാനോദയത്തിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയാണ്. ഇവിടെയാണ് അദ്ദേഹം പഞ്ചമി എന്നൊരു കുട്ടിയെ ഉരുട്ടമ്പലം സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നതും ആ സ്കൂൾ കത്തിച്ചു കളയുന്നതും. എന്തുകൊണ്ടാണ് കത്തിച്ചു കളയുന്നത്? ദർസെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന എന്താണ്? ദർസെ ഈ തരത്തിലുള്ള സ്ത്രീകളുടെയും അധകൃതരായ ജനങ്ങളുടെയും സബ്ജുഗേഷനുള്ള ന്യായീകരണങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. ദർ ഈസ് ജസ്റ്റിഫിക്കേറ്റ്. ഇത് ന്യായീകരണങ്ങൾ മനസ്സിലുള്ളത് കൊണ്ടാണ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല, അവർ ആ ബിൽഡിങ്ങിനെ കത്തിച്ചു കളയുന്നത്. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യർ ചിന്തിക്കുന്ന രീതി പഴയതാണ്, പുരാതനമായതാണ്. 18ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ സമൂഹത്തെ സംഭവിച്ചതിലൂടെ സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കേണ്ടതാണ് നമ്മുടെ ആവശ്യം. ഇതിനുള്ള റെസ്പോൺസ് എന്തായിരുന്നു? അദ്ദേഹം ഇവിടെ പാറങ്ങളിൽ പുല്ല് മുളപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ആദ്യമായാണ് സമരം നടന്നത്. കൂലിക്കൂടുതലിന് വേണ്ടിയല്ല നടന്നത് സമരം എന്നുള്ളത്. അതാണ് ആലോചിക്കേണ്ടത്. ഹ്യൂമൻ ഡിഗ്നിറ്റിക്ക് വേണ്ടിയാണ് സമരം. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകണം എന്നുള്ളതാണ്. ഈ വിദ്യാഭ്യാസം എന്നത് ഞാൻ പറഞ്ഞില്ല, 1935 ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ടിലൂടെ, മെക്കാളയുടെ ഡ്രാഫ്റ്റിലൂടെ ഇവിടെ വന്ന വിദ്യാഭ്യാസം എന്ന ഇത് ഞങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? പണിമുടക്കുന്നത്. കൂലിക്കൂടുതലിന് വേണ്ടിയല്ല എന്നുള്ള. അപ്പോൾ സ്ട്രഗിൾ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആരെടുത്തുനിന്ന്? അത് നിഷേധിക്കപ്പെട്ട ജനങ്ങളെടുത്തുനിന്ന്. ഇതാണ് ഇന്ത്യൻ എൻലൈറ്റൻമെൻറ്റ്. അപ്പോൾ ഗാന്ധിയും അംബേദ്കറുമായുള്ള അയ്യങ്കാളിയുമായുള്ള ചർച്ചയിൽ ഗാന്ധി ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അദ്ദേഹം പറഞ്ഞതാണ് 10 BA-ക്കാരെ കണ്ടിട്ട് എനിക്ക് മരിക്കുന്നതിന് മുമ്പേ എൻ്റെ സമുദായത്തിൽ 10 BA-ക്കാരെ കാണണം എന്നാണ് അയ്യങ്കാളി പറയുന്നത്. ഇതാണ് ഇന്ത്യൻ എൻലൈറ്റൻമെൻറ്റിൻ്റെ ചിത്രം. മീരാനന്ദ എന്ന എൻ്റെ സുഹൃത്ത്, അവരെ അനാലിസിസുകളെ ഞാൻ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മീരാനന്ദയുടെ ഒരു വാചകമാണ്, എ ക്ലാസ് അനാലിസിസ് ഫെയിൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്ത്യൻ എൻലൈറ്റൻമെൻറ്റ്. ഇത് വളരെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. which finds its intellectual and political motivations in the quest for recognition of their humanity by the oppressed castes. ഈ അധകൃതരായ ജാതിക്കാരുടെ
ക്വസ്റ്റ് ഫോർ റെക്കഗ്നിഷൻ ഓഫ് ദ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം അംഗീകരിക്കാനുള്ള അവരുടെ അഭിവാഞ്ചയിലാണ് ഇന്ത്യൻ എൻലൈറ്റ്മെൻറ്റ് വേരുകൾ കിടക്കുന്നത്. ക്ലാസ് അനാലിസിസിന് മതിയാവില്ല. യെസ്, കാസ്റ്റ് റെബലിംഗ് നോട്ട് മിയർലി ഫോർ ദ മെറ്റീരിയൽ interests or class interests, but against the social and existential insults heaped upon them. അവരിൽ ചൊരിഞ്ഞുകൊണ്ടിരുന്ന അസ്തിത്വപരമായ സാമൂഹ്യമായ ഈ അധിക്ഷേപങ്ങൾക്കെതിരെ, ഇൻസൾട്ട്സിനെതിരെ ഉള്ള തിരിച്ചറിവാണ്. അതിനെതിരെയുള്ള സമരത്തിൽ നിന്നാണ് ഇന്ത്യൻ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇവിടെയാണ് ചന്ദ്രപാൻ പ്രസാദ് പറയുന്നത് റോഡ് ടു ദളിത് എംപവർമെൻറ്റ് വാസ് പേവ്ഡ് ബൈ ലോർഡ് മെക്കോളെ എന്ന് പറയുന്നത്. ദളിത് എംപവർമെൻറ്റ് ഉണ്ടാക്കി ലോർഡ് മെക്കോളെ ഉണ്ടാക്കുന്നത് ചന്ദ്രപാൻ പ്രസാദ് പറയും. അത് ചന്ദ്രപാൻ പ്രസാദ് ഉണ്ടാക്കിയത് ഒരു ദളിത് ഗോഡസ് ഓഫ് ഇംഗ്ലീഷ് ദേവത, ഇംഗ്ലീഷിൻ്റെ ഒരു ദേവത ഉണ്ടാക്കി ചന്ദ്രപാൻ പ്രസാദ് ഇവിടെ ഒരു അമ്പലത്തിൽ വെക്കാൻ ശ്രമിച്ചു. ഇവിടെ ഒരു രാമലാലയം വെക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇത് സമ്മതിച്ചില്ല. അവസാനം അത് നടന്നില്ല പരിപാടി. ആ അമ്പലം അങ്ങനെ ഉണ്ടാക്കാൻ സംഭവിച്ചില്ല. ഇംഗ്ലീഷിനൊരു അമ്പലം ഉണ്ടാക്കാൻ ശ്രമിച്ചു ചന്ദ്രപാൻ പ്രസാദ്, അത് സമ്മതിച്ചില്ല. അത് വേറൊരു കഥയാണ്. അവന് ഹാപ്പി ബർത്ത്ഡേ ലോർഡ് മെക്കാലെ, താങ്ക് യു ഫോർ ദ. ഇതാണ് ചന്ദ്രപാൻ പ്രസാദ് ഉണ്ടാക്കാൻ ശ്രമിച്ച ഇംഗ്ലീഷ് ദേവതയുടെ ചിത്രം. ഇംഗ്ലീഷ് ദൈവം, ഇംഗ്ലീഷ് ദേവത, ഒരു പുതിയ എന്താണ് സാക്രലൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയും. ഇത് ഡോണിൽ വന്നിട്ടുള്ള, പാകിസ്ഥാനിലെ ഒരു ഡോണിൽ വന്നിട്ടുള്ള ഐ ആം മെക്കോളേസ് ചൈൽഡ് എന്ന് പറയും. ഇപ്പം മെക്കോളേസ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇത് ചൈൽഡ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്ന് ഞാൻ പറയും. മെക്കോളേസ് ചൈൽഡ് എന്നാണ് പൊതുവെ പറയുക. അംബേദ്കറിനെ കളിയായിക്കൊണ്ടിരുന്ന കാര്യം അതാണ്. അംബേദ്കറിനെ പറയാം അദ്ദേഹം മെക്കാളയുടെ സന്തതിയാണ്. അതായത് ഇത് കോട്ടക്കിടുന്ന മനുഷ്യനാണല്ലോ. അംബേദ്കർ കോട്ടിട്ടാണ് നടക്കുക, ഗാന്ധി കോട്ടൂരി നടക്കുകയാണ്. അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയമൊക്കെ ഉണ്ട്, ഒരു വേൾഡ് വ്യൂ ഉണ്ട്. സ്ട്രഗിൾ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റിക്ക് വേണ്ടിയുള്ള ആ ക്വസ്റ്റിൽ നിന്നാണ് ഇന്ത്യൻ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മെക്കോളേസ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ ചൈൽഡ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്നാണ് പറയുക. ഇതുപോലെ രണ്ട് ചിൽഡ്രൻ ഓഫ് എൻലൈറ്റൻമെൻ്റ് ആണ് ജ്യോതിറാവു ഫുലെയും സാവിത്രി ഫുലെയും. 1848 അവരും പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളാണ് തുടങ്ങുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തനമാണ് നടത്തിയത് ജ്യോതിറാവു ഫുലെ, സാവിത്രി ദേവി ഫുലെയൊക്കെ. ഈ ജ്യോതിറാവു ഗോവിന്ദറാവു ഫുലെയുടെ ജീവചരിത്രത്തെ നോക്കിയാൽ അദ്ദേഹം ഗാർഡനറാണ്. അദ്ദേഹം ഒരു ഈ ഗാർഡനേഴ്സിൻ്റെ, അതായത് മാലി എന്ന് പറഞ്ഞിട്ടുള്ള ജാതിയിൽപ്പെട്ട ആളാണ്. കീഴ്ജാതി എന്ന് പറയാം, കീഴ്ജാതിയായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. സ്കോട്ടിഷ് മിഷൻ ഹൈസ്കൂളിൽ പഠിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സ്കോട്ടിഷ് മിഷൻ ഹൈസ്കൂളിൽ പഠിക്കുന്നതുകൊണ്ടാണ്. 1935 ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് വന്നുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ജ്യോതിറാവു ഫുലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ആധുനികമായ ലോകവേഷം ഉണ്ടാവുന്നു, പല ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാഹ്മണ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോകുന്നു. പക്ഷേ ഈ കല്യാണ ഘോഷയാത്രയിൽ ഇദ്ദേഹം പങ്കെടുക്കുമ്പോൾ നീ നിൻ്റെ സ്ഥാനം മറന്നോ എന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹം വിളിച്ചിട്ട് ചീത്ത പറയും ഈ ഇദ്ദേഹം സുഹൃത്തിൻ്റെ ബന്ധുക്കളെ. നീ ആരാന്ന് വിചാരിച്ചത്, എങ്ങനെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, അദ്ദേഹത്തിന് ആ ഒന്നുകൂടിയും ആ തീക്ഷ്ണത, താൻ ജനിച്ചു വീണ പൊസിഷനാണ് തന്നെ എത്രത്തോളം ബഹുമാന്യനും അപമാനിതനും ആക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത്. അദ്ദേഹത്തിന് സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട പുസ്തകം തോമസ് പെയിനിൻ്റെ ദ റൈറ്റ്സ് ഓഫ് മാൻ എന്നുള്ള മനുഷ്യൻ്റെ അവകാശങ്ങൾ. ഇത് യൂറോപ്യൻ ജ്ഞാനോദയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. ഇതാണ് ജ്യോതിറാവു ഫൂലെയെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച സ്ഥാനം. അപ്പോൾ ത്രൂ ഇംഗ്ലീഷ് കാസ്റ്റിസം ക്യാൻ ബി ഡിസ്ട്രോയിഡ് എന്നാണ് സാവിത്രി ദേവി ഫൂലെ പറയാം. ഇതൊക്കെ ചില സൂചകങ്ങളെ തരികയാണ്. എങ്ങനെയാണ് ഈ ഇന്ത്യയിൽ ജ്ഞാനോദയം എന്നത്, യൂറോപ്യൻ ജ്ഞാനോദയം എന്നത് ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെയാണ് പിടിച്ചു കുലുക്കിയത്, എങ്ങനെയാണ് ഒരു ആധുനിക ഇന്ത്യയാക്കി ഇതിനെ മാറ്റിയത്, എന്താണ് യൂറോപ്യൻ ജ്ഞാനോദയം ഇന്ത്യയിലേക്ക് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ അതിൽ പറയുന്നതാണ്, ഇത് സാവിത്രി ദേവി ഫുലെയുടെ ഗോ ഗെറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ബ്രേക്ക് ദ ചെയിൻസ് ഓഫ് കാസ്റ്റ്, ത്രോ അവേ ദ ബ്രാഹ്മിൻ സ്ക്രിപ്ചേഴ്സ് ഫസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ യൂറോപ്യൻ ജ്ഞാനോദയത്തിൻ്റെ സ്വാധീനമാണ്. പെരിയാറിൻ്റെ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഇതേ കാര്യമാണ്. അച്ചീവിങ് എ സൊസൈറ്റി വെർ ബാക്ക്വേർഡ് കാസ്റ്റ് ക്യാൻ ഹാവ് ഈക്വൽ ഹ്യൂമൻ റൈറ്റ്സ്. ഇതിനു വേണ്ടിയാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത് ഇതേപോലെയാണ്. യൂറോപ്യൻ ജ്ഞാനോദയത്തിൻ്റെ പ്രൊഡക്റ്റാണ്. വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞ സാധനം 1954 അത് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാൾസ് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് എഴുതുന്നത്. അദ്ദേഹമാണ് പ്രസിഡന്റ് ഓഫ് ദ ബോർഡ് കൺട്രോൾ. പക്ഷേ അത് എഴുതിയത് ജോൺ സ്റ്റുവാർട്ട് മില്ലാണെന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രസിദ്ധനായ ഫിലോസഫറാണ്. അദ്ദേഹം ഒരു ഫെമിനിസ്റ്റാണ്. സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടി ഇംഗ്ലണ്ടിൽ ശ്രമിച്ചിട്ടുള്ള അതിന് പേരുടെ കാർട്ടൂണാണിത്. അദ്ദേഹം മാൻ എന്നുള്ളതിനെ വോട്ടിന് വേണ്ടിയിട്ടുള്ള അവകാശം ആണുങ്ങൾക്ക് മാത്രമാണ്. മാൻ എന്നുള്ള അത് ആ ലോ തിരുത്തിയിട്ട് അവിടെ പേഴ്സൺ എന്നാക്കണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കളിയായിക്കൊണ്ട് പഞ്ചിട്ട ഒരു കാർട്ടൂണാണിത്, മിൽസ് ലോജിക് എന്ന് പറഞ്ഞിട്ട്.
അപ്പം മാൻ എന്നുള്ളതിന് പകരം ഓരോ മാനിന് അവകാശം ഉണ്ടെന്നാണ്, അത് പേഴ്സൺ എന്നാക്കണം എന്നാണ് ഇദ്ദേഹം കൊണ്ടുവരുന്ന ഭേദഗതി. അപ്പോൾ അതിനെതിരെ കളിയാക്കുകയാണ് ഇദ്ദേഹം. ഇതാണ് ജോൺ സ്റ്റുവാർട്ട് മില്ല്. അതേപോലെ സ്ത്രീകളിങ്ങനെ വരുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് കടന്നു പോകാൻ വഴി തരും എന്ന് പറഞ്ഞ പകരം ഇവിടെ പറയാം നോ പേഴ്സൺസ് എന്ന് അങ്ങനെ കളിയായിക്കൊണ്ട് പറയാം. അപ്പോൾ ഇതിൽ വുഡ്സ് ഡെസ്പാച്ചിൽ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫീമെയിൽ എഡ്യൂക്കേഷൻ ഇന്ത്യ കനോട്ട് ബി ഓവർ റേറ്റഡ്. ഇത് 1947 വുഡ്സ് ഡെസ്പാച്ചിൽ വരുന്നതാണ്, സ്റ്റുവാർട്ട് മിൽ എഴുതിയത്. ദർ ഇസ് ഇൻക്രീസ് ഡിസയർ ഓൺ ദ പാർട്ട് ഓഫ് മെനി നേറ്റീവ്സ് ഓഫ് ഇന്ത്യ ടു ഗിവ് എ ഗുഡ് എഡ്യൂക്കേഷൻ ടു ദ ഡോട്ടേഴ്സ്. അങ്ങനെയാണ് ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ പഞ്ചമിയുടെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന അയ്യങ്കാളിയാണ് ഇവിടെ ചിത്രം. അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടണം. ഇതൊക്കെ വരുന്നത് ഈ ജ്ഞാനോദയാനന്തര യൂറോപ്പിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ സെക്കുലർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, ഗ്രാൻഡ് ആൻഡ് എയ്ഡ് സിസ്റ്റം വരുന്നു. അങ്ങനെയാണ് സ്കൂൾസ് ഫോർ ഗേൾസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻലൈറ്റ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് പാരമ്പര്യാനന്തര സമൂഹത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ്. ഇതിൽ ആർക്കാണ് താല്പര്യം? പാരമ്പര്യാനന്തര സമൂഹം ആരെയാണോ പാർശ്വവൽക്കരിക്കുന്നത്, ആരെയാണോ ചങ്ങലകളിലിടുന്നത്, ദളിതുകൾ, സ്ത്രീകൾ, ഇവർക്കാണ് ഈ ജ്ഞാനോദയ പ്രൊജക്റ്റിൽ താല്പര്യം ഉണ്ടാവുക. അവരാണ് എൻ്റെ ബെനിഫിഷ്യറീസ്. ഇത് 1950 കാർട്ടൂണാണ്, ഹിന്ദു കോഡ് ബിൽ. അംബേദ്കറാണ് കോട്ടക്കിട്ടന്നെയാണ്. അംബേദ്കർ ഈക്വൽ റൈറ്റ്സ് ഫോർ വിമൻ എന്നുള്ളത് അംബേദ്കറാണ് പൊക്കിക്കൊണ്ടുവരുന്നത് ഇന്ത്യൻ സ്ത്രീകൾക്ക് വേണ്ടി. ഇവിടെ ബ്രാഹ്മണ്യമാണ് ചാടിത്തുള്ളുന്നത്. അതായത് 12,000 വർഷമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഏതൊരു സ്മൃതിയെയാണോ അംബേദ്കർ കത്തിച്ചത്, ആ സ്മൃതി പ്രതിനിധീകരിക്കുന്ന ബ്രാഹ്മണ്യം, ഇതാണ് ഈക്വൽ റൈറ്റ്സ് ഫോർ വിമൻ അതിനെതിരായി നിന്നുകൊണ്ടിരുന്നത്. ഇതിവിടെ കൊണ്ടുവന്ന ആരാണ്? ഇവിടെ ബ്രാഹ്മണ്യത്തിന് അടിസ്ഥാനപരമായ റൂട്ടുകൾ തകർക്കാൻ ശ്രമിച്ചത് യൂറോപ്യൻ ജ്ഞാനോദയത്തിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇന്ത്യയിലെ അധകൃത വർഗ്ഗക്കാർ ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ ജ്ഞാനോദയത്തിൻ്റെ പാരമ്പര്യമാണ്. അതാണ് അംബേദ്കർ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതാണ് മക്കാളെ ചെയ്ത വേറൊരു വലിയ കുറ്റം, ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാക്കി എന്നുള്ളത്. ഇത് 1933 ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ മക്കാളെ പറയുന്ന ഒരു കാര്യമാണ്. The worst of all systems, അതേ പ്രശ്നത്തിൽ തന്നെ പറഞ്ഞത്, worst of all systems was surely that of having a mild code for Brahmins who sprang from the head of the creator, while there was a severe code for the Shudras who sprang from his feet. India had suffered enough already from the distinction of castes. ഇത് പറഞ്ഞത് മക്കോളയാണ്. മക്കോളെ 1933 പറഞ്ഞതാണ് അവിടെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ. അത് ഈ കോഡ് പോകണം എന്നുള്ളതാണ്. ബ്രാഹ്മണന്മാരുടെ മനുസ്മൃതി നോക്കുകയാണെങ്കിൽ ഇതാണ് ബ്രാഹ്മണന്മാരുടെ ശിക്ഷ. മനുസ്മൃതിയുടെ പറഞ്ഞിട്ടാണ് മനുസ്മൃതി ബ്രാഹ്മണന്മാരെ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ അവരുടെ മുടി വടിച്ചു കളഞ്ഞാൽ മതി എന്നാണ്. ശൗദ്രന്മാരങ്ങ് തലവെട്ടിക്കളയാണ്, ബ്രാഹ്മണന്മാരാണെങ്കിൽ മുടി വടിച്ചാൽ മതി എന്നാണ്. ഒരു തരത്തിലും നോ ഗ്രേറ്റർ ക്രൈം ഈസ് നോൺ ഓൺ എർത്ത് ദാൻ സ്ലേയിങ് എ ബ്രാഹ്മിൻ. എ കിങ് ദെർഫോർ മസ്റ്റ് നോട്ട് ഈവൻ കൺസീവ് ഇൻ മൈൻഡ് ദ തോട്ട് ഓഫ് കില്ലിങ് എ ബ്രാഹ്മിൻ. ഇതാണ് മനുസ്മൃതിയുടെ അനുശാസനം. ഇതാണ് മനുസ്മൃതിയെ കത്തിക്കുന്നത്. പോസ്റ്റ് എഡിഷനിലേക്ക് നമ്മൾ പോകുന്നത് ഇതുകൊണ്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഹ്യൂമൻ റൈറ്റ്സ്, സെക്കുലറിസം, ലിബറലിസം ആർ പോസ്റ്റ് ട്രഡീഷണൽ. ഇത് പാരമ്പര്യാനന്തരമായൊരു കാര്യമാണ്. ഇത് കഴിഞ്ഞ 200 കൊല്ലത്തിന് മാത്രം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഈ മനുഷ്യാവകാശങ്ങൾ എന്നത്, മതേതരത്വം എന്നത്, ഉദാര ജനാധിപത്യം എന്നതൊക്കെ തന്നെ 18-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രം ഉണ്ടായ കാര്യങ്ങളാണ്. ദേ ആർ ഒബ്ജക്ട്സ് ഓഫ് ആക്റ്റീവ് എഫർട്ട്. ആക്റ്റീവായ എഫർട്ട് കൊണ്ട് തന്നെ ഉണ്ടാവേണ്ട കാര്യമാണ്. കനോട്ട് സിംപ്ലി ബി ഡെറൈവ് ഫ്രം എനി റിലീജിയസ് ഡോക്ട്രിൻ. അത് മനുസ്മൃതിയുടെ മാത്രം പ്രശ്നമില്ല. അത് നിങ്ങളെ ഖുറാനിൽ നോക്കിയാൽ ഉണ്ടാവില്ല, നിങ്ങൾ ബൈബിളിൽ നോക്കിയാൽ ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള മത ഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒന്നും കിട്ടില്ല. നോ ലിബറലിസം, നോ ഹ്യൂമൻ റൈറ്റ്സ്, നോ സെക്കുലറിസം. അതിന് നമ്മൾ പോസ്റ്റ് ട്രഡീഷണൽ ആവേണ്ടത്. മനുസ്മൃതി നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. പുതിയ മനു എന്നാണ് ഇത്. 1900 ആ കാലത്ത് വന്നിട്ടുള്ളതാണ്. 1950 വന്നിട്ടുള്ള വേറൊരു കാർട്ടൂണാണിത്. അംബേദ്കറാണ് പുതിയ മനു എന്നാണ്. പുതിയ നമുക്ക് നിയമവ്യവസ്ഥ തരുന്നത് അംബേദ്കറാണ്. അദ്ദേഹത്തിന് ഒരു പൂണൂലും കൂടെ ഏതായാലും വരച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ അതാണ് പറയുന്നത്. ആരാണ് ഇത്? നമ്മുടെ പുതിയ മനുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിൽ എവിടെ നിന്നാണ് ഈ ഒരു പുതിയ മനു ഉണ്ടായി വന്നതെന്നാണ്. ഇതെങ്ങനെയാണ് അംബേദ്കർ, മക്കാളിയുടെ പുത്രൻ എന്ന് പറയാവുന്ന അംബേദ്കർ, മക്കാളിയുടെ ബൗദ്ധിക പുത്രൻ എന്ന് പറയാവുന്ന, ജ്ഞാനോദയത്തിൻ്റെ സന്തതി എന്ന് പറയാവുന്ന, അന്ന് മക്കാളിയുടെ പുത്രൻ അധിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ജ്ഞാനോദയത്തിൻ്റെ പുത്രൻ എന്ന് പറയാവുന്ന അംബേദ്കർ എവിടുന്നാണ് വരുന്നത്? ഇതാണ് മഹാർ അടക്കമുള്ള ഈ മഹാരാഷ്ട്രയിലെ ആ ഭാഗത്തുള്ള അധകൃതരുടെ സ്ഥിതി. അതാണ് ഈ മറാത്താകളുടെ പേഷ്വകളുടെ ഒക്കെ ഭരണകാലത്ത് അവർ ഒരു കഴുത്തിലൊരു പാത്രം കെട്ടി വേണം നടക്കാൻ. ഹാങ് ആൻ എർത്തേൺ പോട്ട് അറൗണ്ട് ദർ നെക്ക് എന്നാണ്. എന്താണത്? അവരുടെ തുപ്പൽ നിലത്ത് വിടാൻ പാടില്ല. തുപ്പൽ അതിൽ വേണം തുപ്പാൻ. അപ്പോൾ പിന്നിലൊരു നീളമുള്ള ചൂലോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഒരു കൊമ്പോ കെട്ടി വേണം നടക്കാൻ. കാരണം അവരുടെ കാലടികൾ നിലത്ത് അശുദ്ധമാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്.
ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ്. അതുപോലെ തന്നെ 3 മണിക്കും 9 മണിക്കും ഇടയിൽ പൂന നഗരത്തിനകത്ത് കടക്കാൻ പാടില്ല. കാരണം അവരുടെ നിഴലുകൾക്ക് നീളമുണ്ടാവും, ആ നിഴലിൽ ചവിട്ടി ഏതെങ്കിലും ഉന്നത ജാതിക്കാരൻ അശുദ്ധനാവും എന്നുള്ളതുകൊണ്ട്. ഈ തരത്തിലുള്ള ക്രൂരമായ ജാതി വിവേചനങ്ങൾ നേരിട്ട ഒരു ദിക്കിൽ നിന്നാണ്, ആ ഒരു സമൂഹത്തിൽ നിന്നാണ് അംബേദ്കർ ഉണ്ടായി വരുന്നത്. എന്തുകൊണ്ട് അംബേദ്കർ ഉണ്ടായി വന്നു? അത് യൂറോപ്യൻ ജ്ഞാനോദയം കൊണ്ട് മാത്രം. ഇവിടെയാണ് കൊറിഗോൺ, എന്തുകൊണ്ടാണ് കൊറിഗോൺ മെമ്മോറിയൽ ഇങ്ങനൊരു യുദ്ധം ഉണ്ടായത്? ഇപ്പം അടുത്ത് ആ മറാത്ത വാറിൽ മഹാറുകൾ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ നമ്മൾ ഇതുമായിട്ട് ഒരു വലിയ ചിത്രമാണ് നമ്മൾ ഒന്നിച്ച് വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണ് ഈ കൊറിഗോൺ ഇവിടെ നടന്ന ഈ ഭീമ കൊറിഗോൺ മെമ്മോറിയലിലേക്ക് പോയ ആൾക്കാരെ ഉന്നത ജാതിക്കാർ ഇതല്ലേ, പീപ്പിൾ വിത്ത് സാഫ്രൺ ഫ്ലാഗ്സ് അലിജഡ്ലി അറ്റാക്ക് ദലിറ്റ്സ് ഗോയിങ് ടു ഭീമ കൊറിഗോൺ മെമ്മോറിയൽ നിയർ പൂന. ഇതിൻ്റെയൊക്കെ പിന്നിൽ മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ഉരുട്ടമ്പലത്തിലെ സ്കൂൾ കത്തിച്ച അതേ മനോഭാവമാണ് ഇന്ന് ഒരു ദളിത് വിജയം ആഘോഷിക്കാൻ പോകുന്ന ദളിതുകളെ കാവ്യക്കൊടിക്കാർ ആക്രമിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ഇന്ത്യയുടെ മനോഭാവം മാറിയിട്ടില്ല. ദ പേ പീപ്പിൾ തിങ്ക്, ദ ലെജിറ്റിമൈസേഷൻ ഫോർ ഓൾ ദീസ് തിങ്സ് അതെപ്പോഴും അവിടെ നിലവിലുണ്ട്. ബ്രാഹ്മിനിക് ഹിന്ദു കോസ്മോളജി, അതായത് മനുഷ്യരിൽ ഓരോ ചില വസ്തുക്കളിൽ, ചില ഭക്ഷണങ്ങളിൽ, ചില ജോലികളിൽ, ദൈവങ്ങളിൽ പോലും എന്തുണ്ട്? ഇന്നീക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ചില ഭക്ഷണങ്ങൾ മോശമാണ്, ചില ആൾക്കാർ ജനിക്കുന്നത് ഓരോ ആൾക്കും അത് ഇതുപോലെ ഒരു ഗ്രഡേഷൻ ഉണ്ട്. പെർമനൻ്റ് ഇന്നീക്വാളിറ്റീസ് മൊത്തം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഈ ആനകളിൽ പോലും ശൂദ്രനും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ബ്രാഹ്മണ ക്ഷത്രിയ വ്യത്യാസമുണ്ടെന്നൊക്കെ കാണാം. എല്ലാത്തിലും, മൃഗങ്ങളിലും ഭക്ഷണങ്ങളിലും വസ്ത്രങ്ങളിലും ജോലികളിലും എല്ലാത്തിലും നമ്മുടെ സമൂഹത്തിന് എന്തുണ്ട്? കൃത്യമായിട്ടുള്ള ഗ്രഡേഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ഇതാണ് ശുദ്ധം, ഇത് അശുദ്ധം എന്നുള്ള അർത്ഥത്തിലുണ്ട്. ഈ ബോധം അത് നാച്ചുറൽ ഓർഡറാണ് വെച്ചിരിക്കുന്നത്. ഈ നാച്ചുറൽ ഓർഡറിനെ തകർത്ത കഥയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇതല്ല ഇതിന് പ്രസക്തമല്ല എന്നുള്ള ആ കഥയിലേക്ക് നമ്മൾ അല്ലാണ്ട് പോകാൻ പറ്റിയിട്ടില്ല നമുക്ക്. ഇങ്ങനെയുള്ളത് കൊണ്ടാണ് എന്ത് പറ്റുന്നത്? സംവരണത്തിനെതിരെ ആൾക്കാർ ആത്മാഹുതി ചെയ്യുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പ്രകൃതിയെക്കുറിച്ചുള്ള അവരുടെ ധാരണ, ഈ സമൂഹത്തിനെക്കുറിച്ചുള്ള റൈറ്റസ്നെസ് ഓഫ് ദ സോഷ്യൽ ഓർഡർ ഇൻ ദർ മൈൻഡ്സ്, ആ അവരുടെ മനസ്സിനകത്ത് ഈ സമൂഹ വ്യവസ്ഥ തീർത്തും ന്യായപൂർവമാണ് എന്ന ധാരണയുണ്ട്. അപ്പോൾ അതിനെ അട്ടിമറിക്കും. അതുകൊണ്ടാണ് മണ്ഡൽ കമ്മീഷനിൽ കുറേ പുതിയ സംവരണം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരാൾ ഇവിടുത്തെ 1990 സ്വയം കത്തിച്ചാമ്പലാകുന്ന അയാൾക്ക് അത്ര ഡീപ്പ് റൂട്ടഡായിട്ട് തോന്നുന്നുണ്ട്. ഇതൊരു അനീതിയാണ്. കാരണം അയാളുടെ മനസ്സിൽ അത് അത്ര ഉറച്ചു പോയിട്ടുണ്ട്. ഇവരൊക്കെ കള്ളത്തെല്ലാം കാണിക്കുന്നത് അത്ര ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ ന്യായയുക്തതയിൽ അവർ ബോധിക്കുന്നു. ദർ ഇസ് എ ലെജിറ്റിമേഷൻ ഫോർ ഓൾ ദീസ് തിങ്സ്. ഈ സാമൂഹ്യമായ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഈ നിലനിൽക്കുന്ന സമൂഹം ഉണ്ടല്ലോ, ഇതിനെ ദേ ഹാവ് എ ഡീപ്പ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ദാറ്റ്. ദാറ്റ് ഈസ് വൈ ദേ ഗെറ്റ് അജിറ്റേറ്റഡ്. They go kill themselves because they feel that it is violated. The natural order is violated. അതുകൊണ്ട് പ്രശ്നം. ഇതുകൊണ്ടാണ് നമുക്ക് എന്ത് തോന്നില്ല, ബ്രാഹ്മിൻസ് ഓൺലി എന്ന ബോർഡ് കാണുമ്പോൾ നമുക്കത് പ്രശ്നം തോന്നാത്തത്. വീട് വാടക കൊടുക്കാൻ പക്ഷേ ബ്രാഹ്മിൻസ് മാത്രമേ വേണ്ടൂ. ഇത് പറയാൻ അതൊരു വിഷമം തോന്നാത്തത്. അപ്പോൾ ഇത് ഈ ഫേസ്ബുക്കിൽ ഇതിട്ടപ്പോൾ അതിൻ്റെ പോസ്റ്റ് അതെന്താ പ്രശ്നം എന്നാണ് പലരും ചോദിക്കുന്നത്. അവരുടെ വീട് അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്നു. ഇതിൽ റൈറ്റിയസ്നെസ് ഓഫ് ദ സോഷ്യൽ ഓർഡറിനെ കുറിച്ചിട്ട് ഡീപ്പ് റൂട്ടഡായ ബോധം നമുക്കുണ്ട്. ഇത് വളരെ ശരിയാണ്, അതും തെറ്റൊന്നുമില്ല, അതങ്ങനെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നതാണ്. ഇതൊരു കുഴപ്പമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇതേ മനോഭാവമാണ് സ്വയം കത്തിച്ചാവാനും നമ്മൾ പ്രേരിപ്പിക്കുന്ന ആൾക്കാർ. ദ പർപ്പസ് ഈസ് ടു ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ മോഡ് ഓഫ് തിങ്കിങ് എന്ന് 18-ാം നൂറ്റാണ്ടിൽ ഡിഡോ പറഞ്ഞത് നമുക്ക് ഇന്നും കൂടി ആവശ്യമാണ്. പാപ്പറെ ഓഡേ എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് വൈ വി സേ ലോങ് ലിവ് ഫ്രീ തിങ്കിങ്. വി നീഡ് ഫ്രീ തിങ്കിങ്. Secularization in India will require an active critic of religious reason. ഇത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഇടതുപക്ഷക്കാർ നിർഭാഗ്യവശാൽ മറന്നു പോകുന്നൊരു കാര്യമാണ്. ഈ മതത്തിൻ്റെ റീസണ്, മതയുക്തിയെ വിമർശിക്കേണ്ടതുണ്ട് എന്നുള്ളത്. requires an active critic of religious reason by democratic means of education, demystification, and by making alternative naturalistic explanations of natural and social phenomena more accessible. ഞങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഞങ്ങൾ ഏതാനും വിരലെണ്ണാവുന്ന യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്തകർ ചെയ്യാൻ ശ്രമിക്കുന്ന ഇതാണ്. വി ആർ ട്രൈങ് ടു മേക്ക് എ ആക്റ്റീവ് ക്രിട്ടിക് ഓഫ് റിലീജിയസ് റീസൺ. ഇതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദ റൈസ് ഓഫ് റിലീജിയസ് നാഷണലിസം ഇൻ ഇന്ത്യ ടുഡേ ഈസ് എ റിസൾട്ട് ഓഫ് ദ ഇൻകംപ്ലീറ്റ്നെസ് ഓഫ് ദിസ് പ്രൊജക്ട് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. ജ്ഞാനോദയ പ്രൊജക്റ്റിൻ്റെ അപൂർണത. അതുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്, ഇന്ത്യയിൽ മതാധികാരം, മതരാഷ്ട്രീയം ഇത്രയധികം ശക്തമാകുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ വി നീഡ് എൻ ആക്റ്റീവ് ക്രിട്ടിക് ഓഫ് റിലീജിയസ് റീസൺ.
വലിയൊരു ഭാഗം ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ്, നമുക്ക് സമയം ഏതാണ് തീരാറായി. ഒരു ചോദ്യം ഇതാണ്, അതായത് വ്യവസ്ഥിതിയും മനസ്ഥിതിയും ഒരു പ്രശ്നമുണ്ട്. വ്യവസ്ഥിതി മാറിയാൽ ഇതൊക്കെ മാറും, അങ്ങനെ നമ്മളൊരു ധാരണയുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒരു വ്യവസ്ഥിതി, ഒരു സിസ്റ്റം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, ഒരു വ്യവസ്ഥിതി മാറി, ഒരു വിപ്ലവത്തിലൂടെ വ്യവസ്ഥിതി മാറിയാൽ ഇത് മാറുമോ എന്നൊരു ചോദ്യം. അതാണ് നമ്മളൊരു പൊതുധാരണ. അത് ശരിയല്ല ഞാൻ പറഞ്ഞത്. വിൽ എ റെവല്യൂഷൻ മാജിക്കലി സോൾവ് ഓൾ അവർ പ്രോബ്ലംസ്? ഐ സേ നോ. അത് നടക്കില്ല. അതും ഈ ഇമ്മാനുവൽ കാന്റ് പറഞ്ഞ ആ എസ്സേയിൽ നിന്ന് ഒറ്റ വാചകം ഞാൻ പറയാം. എ റെവല്യൂഷൻ മേ ബ്രിങ് അബൌട്ട് ദ എൻഡ് ഓഫ് എ പേഴ്സണൽ ഡിസ്പോട്ടിസം or of avaricious tyrannical oppression, but never a true reform of modes of thought. This is the problem. റവല്യൂഷനിൽ ഒരിക്കലും എന്തുണ്ടാകുന്നില്ല, റവല്യൂഷൻ കഴിയുമ്പോൾ ആൾക്കാരുടെ ചിന്താ രീതി മാറുന്നില്ല. ഇതാണൊരു വലിയ പ്രശ്നം. ഈ വ്യവസ്ഥിതിയൊക്കെ മാറും, അതാണ് പറയുന്നത്. ന്യൂ പ്രിജുഡിസസ് വിൽ സെർവ് ഇൻ ദ പ്ലേസ് ഓഫ് ദ ഓൾഡ് എന്നാണ്. നമ്മുടെ മുൻധാരണകൾ, പുതിയ വിശ്വാസങ്ങൾ, പുതിയ ധാരണകളൊക്കെ, പുതിയ അന്ധവിശ്വാസങ്ങൾ, പുതിയ അനുസരണശീലങ്ങൾ, ഇതൊക്കെ പുതിയ രൂപത്തിൽ വരും. അത്ര മാത്രമേ ഉള്ളൂ. ആരും സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുന്ന ആൾക്കാരാവുന്നില്ല. ന്യൂ പ്രിജുഡിസസ് വിൽ സെർവ് ഇൻ പ്ലേസ് ഓഫ് ദ ഓൾഡ് ആസ് ഗൈഡ് ലൈൻസ് ഫോർ ദ അൺതിങ്കിങ് മൾട്ടിറ്റ്യൂഡ്. ഇത് സംഭവിക്കാൻ പോകുന്നത്. ഒറ്റ ചിത്രം പറഞ്ഞാൽ അവിടെ കാണിക്കുക. ഇപ്പോൾ പോളണ്ടിൽ നടക്കുന്നതാണ്. പോളണ്ടിന് മലയാളിക്കൊക്കെ അറിയുന്നതാണ്. പോളണ്ടിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പോളണ്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോളണ്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നതാണ്. പോളണ്ട് ഡിഫെൻസ് മാസീവ് ഫാർ റൈറ്റ് പ്രൊട്ടസ്റ്റ് ദാറ്റ് കോൾസ് ഫോർ എ വൈറ്റ് യൂറോപ്പ് എന്നാണ്. എത്ര കാലം വിപ്ലവാനന്തരം കഴിഞ്ഞിരുന്നൊരു കാലമാണ് പോളണ്ട്. നമ്മൾ ആലോചിക്കണം. പോളണ്ടിൽ ഇന്ന് നടക്കുന്നത് എന്താണ്? മുസ്ലിംസിനെതിരെയുള്ള വലിയ വൻതോതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന വലിയ പ്രക്ഷോഭമാണ് അവിടെ ഈ ഇമിഗ്രൻസ് വരുന്നു എന്ന് പറഞ്ഞിട്ട്, അതായത് വൈറ്റ് യൂറോപ്പിന് വേണ്ടിയിട്ട്. പുതിയ പ്രൊഡ്യൂസ് ഇത്രയും വിപ്ലവമൊക്കെ കഴിഞ്ഞിട്ടും ആൾക്കാരുടെ ചിന്താരീതി മാറിയിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. പുതിയ തിരിച്ചു പോകണം. ഒരുപാട് കാലം കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്ന സ്ഥലമാണ് പോളണ്ട്. അതിലേക്ക് ജനങ്ങളിൽ നിന്ന് വൈറ്റ് യൂറോപ്പിന് വേണ്ടി പറയുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം. കാരണം ആൾക്കാരുടെ മനോഭാവം മാറിയിട്ടില്ല. അതാണ് പ്രശ്നം. മനസ്ഥിതി മാറാത്തിടത്തോളം വ്യവസ്ഥിതി മാറിയാലും വലിയ കാര്യമില്ലെന്നാണ് എൻ്റെ പറയാനുള്ളത്. ഒരു ചോദ്യം കൂടെയുണ്ട്. ഈസ് എത്തീസം ഇനഫ്? നാസ്തികത മതിയോ എന്നുള്ളതാണ്. നാസ്തികത എന്നൊരു സംഭവം, എത്തീസം, അത് മതിയോ എന്നുള്ളതാണ്. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ എത്തീസ്റ്റ് ഫണ്ടമെൻ്റലിസ്റ്റുള്ളവരുണ്ടാവുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഈ ദുരാഷ്ട്രവാദത്തിൻ്റെ പ്രധാന വക്താക്കൾ, ഒന്ന് സവർക്കർ, ഒന്ന് മുഹമ്മദ് അലി ജിന്ന. ഇവർ രണ്ടുപേരും നാസ്തികരായിരുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാന് വേണ്ടി വാദിച്ച മുഹമ്മദ് അലി ജിന്നയും ഈ ഹിന്ദുത്വക്ക് വേണ്ടി വാദിച്ച വീര എന്ന് പറയപ്പെടുന്ന സവർക്കറും രണ്ടുപേരും എന്താണ്? എത്തീസ്റ്റുകളാണ്. നേരത്തെ ഞാൻ ആദ്യം കാണിച്ച ട്വീറ്റിൽ നിന്ന് കാണാം, ഐ ആം എ റാഷണലിസ്റ്റ്, ഐ ആം എ ഫ്രീ തിങ്കർ എന്ന് പറയും. ഐ ആം എൻ എത്തീസ്റ്റ് എന്ന് പറയുന്നില്ല. എത്തീസ്റ്റ് അത് അണ്ടർസ്റ്റുഡാണ്. എത്തീസം എന്നതിനെ മാത്രം എടുത്തുകൊണ്ട് കാര്യമില്ല. കാരണം സവർക്കറിന് എത്തീസ്റ്റ് ആവാം, മുഹമ്മദ് അലിനൊക്കെ എത്തീസ്റ്റ് ആവാം. അത് കാര്യമില്ല, അതല്ല ആവശ്യം. ഫ്രീ തിങ്കിങ് ആണ് വേണ്ടത്, റാഷണലിസമാണ് വേണ്ടത്, എൻലൈറ്റൻമെൻറ്റ് തിങ്കിങ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് അംബേദ്കർ വളരെ വ്യക്തമായിട്ട് ഈ സവർക്കറിൻ്റെ പ്രൊജക്റ്റിനെ അന്ന് വിമർശിക്കുന്നുണ്ട്. According to Mr. Savarkar, a Hindu is a person who regards and owns this Bharata Bhumi, this land from the Indus to the sea, as his fatherland as well as holy land എന്നതാണ്. പിതൃഭൂമിയായും പുണ്യഭൂമിയുമായും വളരെ കൃത്യമായിട്ടാണ് സവർക്കർ വിവരിക്കുന്നത്. പുണ്യഭൂമിയായും പിതൃഭൂമിയായും ഇന്ത്യയെ കാണുന്നവരാണ് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരെന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? കുറേ ആൾക്കാരെ ഒഴിവാക്കുകയാണ്. മുസ്ലിംസ് ഒഴിവായി. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇതെന്താണ്? മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, പാസീസ് ആൻഡ് ജ്യൂസ്, അന്ന് ജ്യൂസും ഉണ്ടല്ലോ, ഇവർ ഒഴിവാക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡെഫിനേഷൻ ഉണ്ടാക്കുന്നത്. വേദങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ബുദ്ധമതം, ജൈനമതം ഇവരൊന്നും പെടില്ല. അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ളൊരു ചിന്തയാണ്? മർത്യരെ പറ്റമായി മേച്ചിടുന്ന എന്നാണ് സഹോദരൻ പറഞ്ഞത്. ഇതുപോലെ ആൾക്കാർ ഗ്രൂപ്പായിട്ട് മാത്രം കാണുക. ഇതാണ് എൻലൈറ്റ്മെൻറ്റ് തിങ്കിങ്ങിൻ്റെ നേരെ എതിരാണിത്. ട്രൈബൽ തിങ്കിങ് ആണ്. ഇത് ഒരു ഉദാഹരണം പറഞ്ഞു. അടുത്ത് കണ്ട ഒരിതാണ്. അതായത് ഒരു വിമൻസ് ഡേ ആണ്. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ബ്രാഹ്മണനാണ്, വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ വീട്ടിലെ മാനേജ് ചെയ്യുമ്പോൾ വൈശ്യനാണ്, വീട് ക്ലീൻ ചെയ്യുമ്പോൾ ശൂദ്രനാണ്, ഐ ആം എ ഹിന്ദു എന്ന്. അപ്പോൾ ഇതിൽ മാറ്റില്ല. ഈ മനസ്സിലുള്ള ചിന്താ രീതി, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെയായിട്ട് ചേർത്തിട്ടൊരു ഹിന്ദു. അപ്പോൾ എന്താണ് അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്നത്? മോഡ് ഓഫ് തിങ്കിങ് മാറുന്നില്ല. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അതാണ് ഡിഡ്രോ പറഞ്ഞത്, ദ പർപ്പസ് ഇസ് ടു ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ മോഡ് ഓഫ് തിങ്കിങ്. ഇത് മാറാത്തിടത്തോളം ഇതൊക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇതാണ് സവർക്കറിൻ്റെ ചിന്ത. കൃത്യമായിട്ട് ആൾക്കാരെ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഒഴിവാക്കണം, ചില ആൾക്കാർ ഇങ്ങോട്ട് പിടിക്കണം. അത്തീസ്റ്റാണ്, ആളെ അത്തീസ്റ്റാണ്, മനസ്സിലായില്ലേ? ഇതാണ് അത്തീസം പോരാന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് ഈ
ട്രൈബലിസം ഇസ് ദ നെമസിസ് ഓഫ് ഫ്രീ തിങ്കിങ് ഞാൻ പറഞ്ഞു. അതായത് ഈ ഗോത്രീയത എന്നുള്ളതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ അന്ത്യം. ഇത് രണ്ട് കൃത്യമായി എതിര് പറയാവുന്ന കാര്യമാണ്. ഗോത്രീയത വന്നാൽ പിന്നെ സ്വതന്ത്ര ഇന്ത്യ ഇല്ല. ഇവിടെ സവർക്കർ കാണിക്കുന്ന എന്തുകൊണ്ട്? ഗോത്രീയത. അപ്പോൾ ഗോത്രീയതയും നാസ്തികതയും ഒന്നിച്ചു പോകും. അവിടെയാണ് സവർക്കർക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നത്. പക്ഷേ യുക്തിചിന്തയും ഗോത്രീയതയും അതൊന്നിച്ചു പോകില്ല. ആണ് ഈ ഗോത്രീയത എന്ന വിഷയത്തെക്കുറിച്ച് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് സൗകര്യമുള്ളവർ കാണാം. അപ്പോൾ ഇതാണ് ഇവിടെ ചിത്രങ്ങളൊക്കെ കാണാം. എങ്ങനെയാണ് മത ആൾക്കാരായിട്ടുള്ള കൂട്ടുകെട്ടും രാഷ്ട്രീയമായിട്ടുള്ളത്. The need to speak up for, defend and advocate scientific temper is far greater in India, where superstitions and pseudosciences have a far deeper hold on the popular psyche. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, and where they often make a difference between life and death, between dignity and indignity of caste and other hierarchies. ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ തരത്തിലുള്ള പുരാതനമായ ലോകവീക്ഷണം ജീവൻ മരണ പ്രശ്നമാണ്, ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്. ഇതാണ് SC/ST എക്സ്ക്യൂസ് പ്ലീസ് എന്നുള്ള വിവാഹ പരസ്യങ്ങൾ നമ്മൾ കാണുന്നത്. കാരണം ആൾക്കാർ ഡിഗ്നിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്. എ സൊസൈറ്റി ദാറ്റ് ബിലീവ്സ് ഇൻ അബ്സർഡിറ്റീസ് ഈസ് എ സൊസൈറ്റി ദാറ്റ് കമ്മിറ്റ്സ് അട്രോസിറ്റീസ്. ഇതൊന്ന് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കണം. ഈ ഒരു വാചകം നിങ്ങൾ കൊണ്ട് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഞാൻ ഈ മെനക്കെട്ടത്തിനുള്ള പൂർണ്ണമായി. എ സൊസൈറ്റി ദാറ്റ് ബിലീവ്സ് ഇൻ അബ്സർഡിറ്റീസ് ഈസ് എ സൊസൈറ്റി ദാറ്റ് കമ്മിറ്റ് അട്രോസിറ്റീസ്. ഇതുകൊണ്ടാണ് ഇന്നലത്തെ പത്രത്തിൽ വന്നത്, ദളിത് മാൻ ബീറ്റൻ ടു ഡെത്ത് ഓവർ അഫെയർ, ഗേൾ സ്കിൻ അറസ്റ്റഡ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആൾക്കാരുടെ ചിന്താ രീതി മാറിയിട്ടില്ല. ഇതാണ് പ്രശ്നം. ദിസ് ഈസ് എ സൊസൈറ്റി ദാറ്റ് ക്യാൻ കമ്മിറ്റ് അട്രോസിറ്റീസ് ബിക്കോസ് ദേ ക്യാൻ ബിലീവ് ഇൻ അബ്സർഡിറ്റീസ്. മനുഷ്യരുടെ ചിന്താ രീതി മാറാതെ ഒരു രക്ഷയില്ല. അവസാനിപ്പിക്കുകയാണ്. ഐ എം ഗ്രേറ്റ്ഫുൾ ടു എൻ്റെ സുഹൃത്ത് മീരാനന്ദയുടെ 2 ലേഖനങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഇന്ന് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 2 ലേഖനങ്ങൾ, ഹൗ മോഡേൺ ആർ വി, ബ്രേക്കിംഗ് ദ സ്പെൽ ഓഫ് ധർമ്മ. ഈ ലേഖനങ്ങളൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്, പറ്റുന്നവർ വിശദമായി വായിക്കുക. ലോങ് ലിവ് ഫ്രീ തോട്ട്, enlightenment rationalism is the only viable long-term solution to the crisis that India faces today. നന്ദി, നമസ്കാരം.